കർത്താവിന്റെ വലിയ കൃപ ഇന്ന് പകലിൽ നമ്മുടെ മേൽ പകരുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. നമ്മളെ നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് എത്ര പേരെന്ന് പകലിൽ വിശ്വസിക്കുന്നു? എന്നെ കരുതുന്ന ഒരു കർത്താവുണ്ട്, എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. അവൻ്റെ കൈ ഒരു നാളും കുറുകി പോയിട്ടില്ല. എന്നെ നടത്തുന്ന ഒരു ദൈവം, അവൻ്റെ ശക്തി ഇന്നും കുറഞ്ഞിട്ടില്ല. അന്ത്യത്തോളം ജീവിത അവസാനം വരെയും എന്നെ നടത്തുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നാം അത് വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നാം പാടി കർത്താവിന് മഹത്വം കരയറ്റുകയാണ്. ദൈവം ഇന്ന് നമ്മുടെ ഇടയിൽ ചില അത്ഭുതങ്ങൾ ചെയ്യേണ്ടതിനായി വിശ്വാസത്തോടെ പ്രത്യാശയോടെ നാം ദൈവപാദപീഠത്തിലായിരിക്കുന്നെങ്കിൽ തീർച്ചയായും കർത്താവ് നമ്മുടെ ഇടയിൽ അത്ഭുതങ്ങൾ ചെയ്യുവാനിടയാകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മളെ നടത്തുന്ന ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നമ്മളെ കരുതുന്ന ദൈവം വിശ്വസ്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ചിരിച്ച മുഖത്തോടുകൂടി ഒരു നിമിഷം കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിന് മഹത്വം കൊടുക്കാം. നമ്മളെ കരുതുന്ന കർത്താവിന്റെ സ്നേഹത്തെ ഒരു നിമിഷം ധ്യാനിച്ചുകൊണ്ട് എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഏകാഗ്രഹമാക്കി, എന്നെ നടത്തുന്ന കർത്താവേ, എന്നെ പരിപാലിക്കുന്ന കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഇന്ന് പകലിൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് ഇറങ്ങി വരണമെന്നുള്ള പ്രാർത്ഥനയോടെ, യേശുവേ, അങ്ങയുടെ സാന്നിധ്യം എന്നെ നടത്തുന്ന സാന്നിധ്യമാണല്ലോ. അങ്ങയുടെ സാന്നിധ്യം ഒരിക്കലും കുറഞ്ഞു പോകാത്ത സാന്നിധ്യമാണല്ലോ യേശുവേ. ഹല്ലേലൂയ. അങ്ങനെ നടത്തുന്ന ദൈവമാകയാൽ ഞാൻ അങ്ങേ പാടി ആരാധിക്കുന്നു, ഞാൻ അങ്ങേ പാടി മഹത്വപ്പെടുത്തുന്നു യേശുവേ. സകല ബഹുമാനവും സകല പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നപ്പ. ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. എന്നെ നടത്തും ആ പൊന്നു കരമോ ഓരോ നാളിലും കുറുകിയിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നു കരമോ ഓരോ നാളിലും കുറുകിയിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിടും ആ ഭുജബലത്താൽ എന്നെ നടത്തിയതാ. ഹല്ലേ ഹല്ലേലൂയ പാടിടും ആ ഇമ്പസ്വരത്താൽ എന്നെ നയിച്ചതിന. ഹല്ലേ ഹല്ലേലൂയ പാടിടും ആ ഭുജബലത്താൽ എല്ലാ ശബ്ദവും ഉയർത്തി. ഓ ഹല്ലേ ഹല്ലേലൂയ പാടിടും ആ ഇമ്പസ്വരത്താൽ എന്നെ നയിച്ചതിന. ഇന്ന് പകലെല്ലാ ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ. എനിക്ക് ആശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്, എന്റെ യേശുവിന്റെ സന്നിധി, എന്റെ കർത്താവിന്റെ മാറിടം. എനിക്ക് ആശ്വസിപ്പാൻ, എനിക്ക് ആശ്വാസം പകരുന്ന ഒരിടമുണ്ട്. എനിക്ക് ആശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്, ഒരു നാളിലും വാതിലടയുകില്ല. എനിക്ക് ആശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്, ഒരു നാളിലും വാതിലടയുകില്ല. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്,
നൽകും യേശുവിൻ മാർവ്. എന്താലച്ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്, ചൂടു നൽകും യേശുവിൻ മാർവ്. ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ എന്നെ നടത്തിയതാ. ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ എന്നെ നയിച്ചതിനാ. ഹല്ലേലൂയ പാടിയിടും. എല്ലാ ശബ്ദം ഉയർത്തി നടത്തിയതാ. ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ എന്നെ നയിച്ചതിനാ. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാടിലും. ആ വിശ്വാസത്തോടെ ചേർന്ന് പാടിയട്ടെ. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാടിലും കുറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ എന്നെ നടത്തിയതാ. ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ എന്നെ നയിച്ചതിനാ. ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ എന്നെ. ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ എന്നെ നയിച്ചതിനാ. ഓർത്തിടുമ്പോ അത്ഭുതമേ സ്തോത്രമല്ല അതൊന്നുമില്ലേ. ഓർത്തിടുമ്പോ അത്ഭുതമേ സ്തോത്രമല്ല അതൊന്നുമില്ലേ. അപ്പനമ്മ അറിയും മുൻപേ നിത്യതയിൽ കണ്ടു. നമ്മുടെ സാക്ഷ്യം ചേർന്ന് പറഞ്ഞെ. അപ്പനമ്മ അറിയും മുൻപേ നിത്യതയിൽ കണ്ടു. എന്റെ ഭാവി താതൻ കയ്യിൽ എന്നെ പോറ്റും പുലർത്തിയിടും. ആദിയില്ല വെല്ലും രീതിയില്ല ആദ്യനുമേ യേശു അന്ത്യനുമേ. ആദിയില്ല തെല്ലും ഭീതിയില്ല ആദ്യനുമേ യേശു അന്ത്യനും. ഓർത്തിടുമ്പോ അത്ഭുതമേ സ്തോത്രമല്ല അതൊന്നുമില്ലേ. ഓർത്തിടുമ്പോ അത്ഭുതമേ സ്തോത്രം. അവൻ ചെയ്ത ഉപകാരങ്ങളെല്ലാം ഓർത്ത് നന്ദി
നിറഞ്ഞ ഹൃദയത്തോടെ ഇന്ന് പകലിൽ ചേർന്ന് കർത്താവേ ഓർത്തിടുമ്പോൾ നന്ദിയല്ലാതെ ഒന്നുമില്ലപ്പാ. എന്നെ നടത്തിയ വിധങ്ങളെല്ലാം ഓർത്ത് ഇന്ന് പകലിൽ ഞാൻ അങ്ങേക്ക് സകല മഹത്വം അർപ്പിക്കുന്നു യേശുവേ. ഹല്ലേലൂയ. ഓർത്തിടുമ്പോ അത്ഭുതമേ സ്തോത്രമല്ലാതെ ഒന്നുമില്ലപ്പാ യേശുവപ്പാ. ഓർത്തിടുമ്പോ അത്ഭുതമേ സ്തോത്രമല്ല അതൊന്നുമില്ലേ. ഓർത്തിടുമ്പോ അത്ഭുതമേ. ഒരുമിച്ച് പാടിയാട്ടെ. യേശുവേ സ്തോത്രമല്ലാതെ ഒന്നുമില്ലപ്പാ. അങ്ങയുടെ സാന്നിധ്യമല്ലാതെ ഒന്നുമില്ലപ്പാ. ഓർത്തിടുമ്പോൾ അത്ഭുതമാപ്പാ. എന്നെ നടത്തിയ വഴികൾ ഓർത്തിടുമ്പോൾ, എന്നെ കരുതിയ വഴികൾ ഓർക്കുമ്പോൾ അപ്പ നന്ദിയല്ലാതെ അപ്പ സ്തോത്രമല്ലാതെ ഒന്നും തിരികെ തരാനില്ലപ്പ. ഇന്ന് പകലിൽ ശക്തിയോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് മഹത്വം കൊടുക്കാട്ടെ. യേശുവേ നന്ദിയല്ലാതെ സ്തോത്രമല്ലാതെ ഞങ്ങൾക്ക് പകരം പറയുവാൻ ഒന്നുമില്ലപ്പ. ഓർത്തിടുമ്പോ സ്തോത്രമല്ല അതൊന്നുമില്ലേ. ഓർത്തിടുമ്പോ അത്ഭുതമേ സ്തോത്രമല്ല അതൊന്നും. ആ വരിക്ക് ഒരിക്കൽ ചേർന്ന് പാടാമോ? പനമ അറിയും മുൻപേ നമ്മളെ കണ്ടത് നിത്യതയിൽ കണ്ടു എന്നെ അപ്പനമ്മ അറിയും മുൻപേ നിത്യതയിൽ കണ്ടു എന്റെ ഭാവി താതൻ കയ്യിൽ എന്നെ പോറ്റും പുലർത്തി. അതുകൊണ്ട് ആദിയില്ല തെല്ലും ഭീതിയില്ല. ആദ്യനുമേ യേശു അന്ത്യനുമേ. ആദിയില്ല തെല്ലും ഭീതിയില്ല. ആദ്യനുമേ യേശു അന്ത്യനുമേ. ഓർത്തിടുമ്പോ അത്ഭുതമേ. എത്ര ആദരങ്ങളിൽ നിന്ന് പകൽ സ്തുതി മുഴങ്ങും. ഓ യേശുവേ. ഓർത്തിടുമ്പോ അത്ഭുതമേ സ്തോത്രമല്ല ഒന്നുമില്ലേ. ഓർത്തിടുമ്പോ അത്ഭുതമേ സ്തോത്രമല്ല ഒന്നുമില്ലേ. ഓർത്തിടുമ്പോ അത്ഭുതമേ സ്തോത്രമല്ല. അതുപോലത്തെ സന്തോഷമുണ്ട്. ഓർത്തിടുമ്പോൾ എത്ര അത്ഭുതമല്ലേ, ഓർക്കുമ്പോൾ എത്ര അതിശയമല്ലേ. നന്ദിയല്ലാതെ ഒന്നും പറയാനില്ല. നന്ദിയല്ലാതെ ഒന്നും ഇത്ര ശ്രേഷ്ഠനായ ദൈവത്തോട് പറയാനില്ല. Nothing compares to God. ഒന്നും കൊടുത്ത് നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ കഴിയില്ല. Because He is the creator of all this universe. He is the creator of this world. And നമുക്ക് ഒന്നും കൊടുത്ത് കർത്താവിനെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ബിക്കോസ് ഹി ഓൺസ് എവ്രിതിങ്. ഇവന്റെ കയ്യിലെല്ലാം ഉണ്ട്, കർത്താവിന്റെ കയ്യിലെല്ലാം ഉണ്ട്. സോ നമുക്കൊന്നും കൊടുത്ത് കർത്താവിനെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. നമുക്ക് ഒരു കാര്യം കൊടുത്ത് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ദാറ്റ്സ് അവർ പ്രൈസ്. ഹല്ലേലൂയ. നമ്മുടെ സ്തുതികൾ കൊണ്ടും നമ്മുടെ സ്തോത്രം കൊണ്ടും മാത്രമേ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽ ശബ്ദമുയർത്തി പറയണം, യേശുവേ അങ്ങയ്ക്ക് സ്തുതികളല്ലാതെ, സ്തോത്രങ്ങൾ
അല്ലാതെ എനിക്കൊന്നും തരാനില്ല കർത്താവേ. അങ്ങയുടെ പക്കൽ എല്ലാം ഉണ്ട്, അങ്ങയുടെ പക്കൽ സകലതുമുണ്ട്. എൻ്റെ പക്കൽ സ്തുതി മാത്രമേ ഉള്ളപ്പാ. അങ്ങയോട് പറയുവാൻ, അങ്ങയ്ക്ക് തുലനം ചെയ്യുവാൻ മറ്റൊന്നുമില്ലപ്പാ. അങ്ങയ്ക്ക് തുല്യൻ അങ്ങ് മാത്രം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അവൻ ഉന്നതനായ നായകൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ സൃഷ്ടാവാകുന്ന ദൈവം, അവൻ സകലത്തിലും മതിയായ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമ്മൾ കർത്താവിനെ പാടുമ്പോൾ, മഹത്വപ്പെടുത്തുമ്പോൾ തീർച്ചയായും കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഉണ്ട്. ആ ദൈവ സാന്നിധ്യം നമ്മുടെ അവസ്ഥകളെ മാറ്റുവാൻ പര്യാപ്തമേറിയത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരാധിക്കുന്ന ദൈവം പരിശുദ്ധനായ ദൈവമാണ്. നമ്മൾ ആരാധിക്കുന്ന ദൈവം ഹല്ലേലൂയ, അവൻ വീരനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ദൈവവചനം ഇങ്ങനെ പറയുന്നത്, മനുഷ്യപുത്രന്മാരോടുള്ള അവന്റെ പ്രവൃത്തിയിൽ അവൻ ഭയങ്കരനായിരിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്രവർക്ക് സന്തോഷമുണ്ട്? മനുഷ്യപുത്രന്മാരോടുള്ള അവന്റെ പ്രവൃത്തിയിൽ അവൻ ഭയങ്കരനായിരിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊരു ചേർന്ന് കർത്താവിനെ വീണ്ടും പാടി മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇത് നമ്മുടെ വാഗ്ദത്തത്തിന്റെ സമയമാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര വിശ്വസിക്കുന്നു? ഇത് വാഗ്ദത്തത്തിന്റെ സമയമാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലേ, പാട്ടുകാരനെ പോലെ ചേർന്നത് പറയണം, യാക്കോബ് ഇസ്രായേലായി മാറുന്ന ഒരു സമയമായത്. പ്രൈസ് ദി ലോർഡ്. മറഞ്ഞു കിടക്കുന്ന ചില വാഗ്ദത്തങ്ങൾ പുറത്തു വരുന്ന സമയമായത്. ഇന്ന് പകലിൽ നിന്റെ ചില മറഞ്ഞു കിടക്കുന്ന വാഗ്ദത്തങ്ങൾ പുറത്തു വരുന്ന വാഗ്ദത്തത്തിന്റെ ദിവസമാണ്. ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചിലത് ചെയ്യാൻ പോകുന്ന പകല. അത് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകൽ ചേർന്ന് പാടി കർത്താവിന് മഹത്വം കൊടുത്താണ്. ദൈവമേ, ഇന്ന് എന്റെ വാഗ്ദത്തത്തിന്റെ സമയമാണ്. ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു. ഇന്ന് പകൽ എന്റെ വാഗ്ദത്തത്തിന്റെ ദിവസമാണ്. ഇന്ന് പകൽ എന്റെ ചില വാഗ്ദത്തങ്ങൾ അത് പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന പകല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽ എന്റെ വാഗ്ദത്തത്തിന്റെ സമയമാണ്. എന്റെ ജീവിതം ഇന്ന് പകൽ മാറുന്ന സമയമാണ്. ഇന്ന് പകൽ എന്റെ ജീവിതം മാറുന്ന പകല. ഇന്ന് എന്റെ ജീവിതം മാറി മറിയുന്ന പകല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നലെ വരെ യാക്കോബായിരുന്നത് ഇന്ന് പേര് മാറി ഇസ്രായേൽ ആകുന്ന ദിവസമാണ്. ഹല്ലേലൂയ. ചില അസ്ഥികൾ സൈന്യമായി രൂപപ്പെടുന്ന പകല. ചില അസ്ഥികൾ ജീവിക്കത്തില്ലെന്ന് പറഞ്ഞത് അല്ല, ചിലത് ജീവനോടെ സൈന്യമായി പുറത്തു വരുന്ന ഒരു പകല ഇന്ന് പകൽ മാറ്റുവാൻ എന്റെ ദൈവം വിശ്വസ്തൻ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു വാഗ്ദത്തത്തിന്റെ സമയമായി, ഒരു വാഗ്ദത്തത്തിന്റെ ദിവസമായി ഇന്ന് പകൽ മാറാൻ പോകുകയാണ്. താങ്ക് യു ജീസസ്. വിശ്വാസത്തോടെ ചേർന്ന് പാടിയാൽ വാഗ്ദത്തത്തിൻ സമയമാണിത്. ദൈവ മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. വാഗ്ദത്തത്തിൻ സമയമാണിത്. ദൈവ മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വാഗ്ദത്തത്തിൻ സമയമാണിത്. ദൈവ മഹത്വത്തിന്റെ ദിനങ്ങളാ. വിശ്വാസത്തോടെ ചേർന്ന് പാടിയാണ്. വാഗ്ദത്തത്തിൻ സമയമാണിത്. ദൈവ മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും.
യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരുമില്ലാതേകനാകുമ്പോ മരണനിഴലിൻ ഭീതിയേറുമ്പോ, ആരുമില്ലാതേകനാകുമ്പോ മരണനിഴലിൻ ഭീതിയേറുമ്പോ, ആസ്തി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. ആസ്തി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ, പാപനുകത്തിൻ തോൽവിയേറ്റന. പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ, പാപനുകത്തിൻ തോൽവിയേറ്റന. നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. അപ്പാപിതാവേ, വിളിക്കാനുള്ള അവകാശം ഇന്ന് പകൽ നമ്മുടെ മേലുണ്ട്. ചേർന്ന് വിളിച്ചാട്ടെ. ഓ അപ്പാപിതാവേ, അപ്പാപിതാവേ, ചേർന്ന് പാടിയാട്ടെ. വാഗ്ദത്തത്തിൻ സമയമാണിത്, എന്റെ വാഗ്ദത്തത്തിന്റെ മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. വാഗ്ദത്തത്തിൻ സമയമാണിത്, ദൈവ മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ. വിളിച്ചാട്ടെ. അപ്പാപിതാവേ, 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 പരിശുദ്ധ റൂഹ. ജീസസ്, ഹല്ലേലൂയ. ആരുമില്ലാതേകനാ. നമ്മുടെ സാക്ഷ്യം എത്ര പേരത് അനുഭവിച്ചിട്ടുണ്ടോ? ഇന്ന് പകൽ അവർക്ക് വേണ്ടി ഒരിക്കൽ കൂടെ പാടുക. ഏകാന്തത അനുഭവിച്ചവർക്ക് വേണ്ടി, ആരുമില്ലാതെ ഏകനായി പോയവർക്ക് വേണ്ടി ഒരിക്കൽ കൂടെ വരികൾ ചേർന്ന് പാടിയ, ഒരുമിച്ച് ചേർന്ന് പാടിയട്ടെ.
ആരുമില്ലാതേകനാകുമ്പോ മരണനിഴലിൽ ഭീതിയേറുമ്പോ ആരുമില്ലാതേകനാകുമ്പോ മരണനിഴലിൽ ഭീതിയേറുമ്പോ അസ്ഥി സൈന്യമായി നിവർന്നിടും മഹത്വം ദേശത്തിൽ വിളങ്ങിടും. അസ്ഥി സൈന്യമായി നിവർന്നിടും മഹത്വം ദേശത്തിൽ വിളങ്ങിടും. പരിശുദ്ധ റൂഹ പരിശുദ്ധ റൂഹ പരിശുദ്ധ റൂഹ യേശുവേ പരിശുദ്ധാത്മാവേ താങ്ക് യു ജീസസ്. പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ പാപനുകത്തിൻ തോൽവിയേറ്റതാ. പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ പാപനുകത്തിൻ തോൽവിയേറ്റതാ. നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. അപ്പാ പിതാവേ അപ്പാ പിതാവേ. ഒരുമിച്ച് ചേർന്ന് വിളിച്ചാട്ടെ. അത് വിളിക്കാനുള്ള അവകാശം ഇന്ന് പകൽ നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. അപ്പാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ അവകാശം ഇന്ന് പകൽ പ്രാപിച്ചവർ ചേർന്ന് ഓ അപ്പാ പിതാവേ അപ്പാ പിതാവേ അപ്പാ പിതാവേ പരിശുദ്ധ റൂഹ പരിശുദ്ധ റൂഹ പരിശുദ്ധ റൂഹ പരിശുദ്ധ റൂഹ ഇന്ന് പകൽ നമ്മുടെ വാഗ്ദത്തത്തിന്റെ സമയമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആരുമില്ലാതെ ഏകനായി പോയി എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇന്ന് പകലിനെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ ആത്മാവിൽ ഒരു ദൂത ഇപ്പോൾ തന്നെ കൈമാറാം. പ്രൈസ് ദി ലോർഡ്. നിനക്ക് വേണ്ടി ഒരു സ്വർഗീയ സൈന്യം രൂപപ്പെടുന്ന പകലാണ്. നിനക്ക് വേണ്ടി ഒരു സ്വർഗീയ സൈന്യം ഇന്ന് പകൽ രൂപപ്പെടുന്ന പകലാണെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് കർത്താവിനെ മഹത്വം കൊടുത്താട്ടെ. എനിക്ക് വേണ്ടി സ്വർഗത്തിലെ സൈന്യം ഇന്ന് പകൽ രൂപപ്പെടും. Praise God, hallelujah. അസ്ഥിയായി അല്ലെ കിടക്കുന്ന ചിലതിനെ ഇന്ന് പകലിന്റെ ദൈവം ജീവിപ്പിക്കും. ആരുമില്ലാത്തവനല്ല ഞാൻ. I am not alone. Jesus, ഞാൻ ഒരിക്കലും ഏകനായി പോകുകയില്ല. ഞാൻ ഒരിക്കലും ഏകനായി പോകുകയില്ല. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ജീവിക്കുന്നു. Praise the Lord. I am not no longer alone. ഞാൻ ഇനി ഒരിക്കലും ഏകനല്ല. എന്റെ കർത്താവിന്റെ കൂടെയുണ്ട്. Praise the Lord. Hallelujah. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്. അത് പകരം അത് വിശ്വസിക്കുന്നവർ വാഗ്ദത്തത്തിന്റെ ദിവസമെന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് പകൽ കർത്താവ് ഇറങ്ങി വരുവാൻ വിശ്വസ്തനായ ദൈവമാണ്. Praise the Lord. Hallelujah. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ പാടുമ്പോൾ മഹത്വപ്പെടുത്തുമ്പോൾ തീർച്ചയായും നമ്മുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുവാനിടയായി തീരും. Praise the Lord. Hallelujah. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്.
നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഒത്താശ വരുന്ന ഒരു പർവ്വതമുണ്ടെന്ന് എന്ന് പോലെ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. എനിക്ക് ഒത്താശ വരുന്ന ഒരു പർവ്വതമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളിപ്പോൾ ചേർന്ന് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താൻ പോവുകയാണ്, പാടി ആരാധിക്കാൻ പോവുകയാണ്. എല്ലാവരും കരങ്ങളെ അടിച്ച് കർത്താവിനെ പാടി നമുക്ക് മഹത്വപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഒത്താശ വരുന്ന ഒരു പർവ്വതമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കർത്താവിനെ നമുക്ക് ഇന്ന് പകൽ ചേർന്ന് പാടി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഒരുമിച്ച് ചേർന്ന് എല്ലാവരും ചേർന്ന് പാടി കരങ്ങളെ അടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വം കൊടുക്കാം. Praise the Lord. Hallelujah. ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ പാടി ആരാധിക്കാനുള്ള സമയമാണ്. വിശ്വാസത്തോടെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, എനിക്ക് ഒത്താശ വരുന്ന ഒരു പർവ്വതമുണ്ട്, എനിക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് ആകാശത്തിനും ഭൂമിക്കും ഹല്ലേലൂയ ഉടയവനായിരിക്കുന്ന ഒരുവൻ. Oh Jesus, hallelujah. ആകാശം ഭൂമികൾക്കെല്ലാം ആദിഹേതുവായവൻ നീയേ. ആകാശം ഭൂമികൾക്കെല്ലാം ആദിഹേതുവായവൻ നീയേ. ആശ്രയം നിന്നിലായതു മുതലൻ ആദികളാകുന്നു പരാ. ആശ്രയം നിന്നിലായതു മുതലൻ ആദികളാകുന്നു പരാ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എൻ കണ്ണുകൾ ഉയർത്തി ഞാൻ നോക്കും എൻ കർത്താവേ നിന്ദയ്ക്കായി. എൻ കണ്ണുകൾ ഉയർത്തി ഞാൻ നോക്കും എൻ കർത്താവേ നിന്ദയ്ക്കായി. എണ്ണിയാൽ തീരാ നന്മകൾ തന്നു എന്നെ അനുഗ്രഹിക്കും. ഓ എണ്ണിയാൽ തീരാ നന്മകൾ തന്നു എന്നെ അനുഗ്രഹിക്കും. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളും. എൻ കാൽകൾ വഴുതാത നിശം എന്നെ കാത്തിടുന്നവൻ നീയേ. എൻ കാൽകൾ വഴുതാത നിശം എന്നെ കാത്തിടുന്നവൻ നീയേ. കൃപകത്തന്നും തുണയായി വന്നും നടത്തും അത്ഭുതമായോ. കൃപകത്തന്നും തുണയായി വന്നും നടത്തും അത്ഭുതമായി. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എൻ ദേഹം മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും. എൻ ദേഹം മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും. നീ വരും നാളിൽ നിന്നോടണഞ്ഞ് ആനന്ദിച്ചാത്തിടും ഞാൻ. ഓ നീ വരും നാളിൽ നിന്നോടണഞ്ഞ് ആനന്ദിച്ചാത്തിടും ഞാൻ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ ആകാശം ഭൂമികൾക്കെല്ലാം ആകാശം ഭൂമികൾക്കെല്ലാം ആദിഹേതുവായവൻ നീയേ. ആകാശം ഭൂമികൾക്കെല്ലാം ആദിഹേതുവായവൻ നീയേ. ആശ്രയം നിന്നിലായതു മുതലൻ ആദികളാകുന്നു പരാ. ആശ്രയം നിന്നിലായതു മുതലൻ ആദികളാകുന്നു പരാ. എനിക്കൊത്താശ വരും പർവ്വതം
കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എൻ കണ്ണുകൾ ഉയർത്തി ഞാൻ നോക്കും എൻ കർത്താവേ നിന്റെ. എൻ കണ്ണുകൾ ഉയർത്തി ഞാൻ നോക്കും എൻ കർത്താവേ നിന്ദയ്ക്കായി. എണ്ണിയ തീരാ നന്മകൾ തന്നു എന്നെ അനുഗ്രഹിക്കും. എണ്ണിയ തീരാ നന്മകൾ തന്നു എന്നെ അനുഗ്രഹിക്കും. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാൾ. എൻ കാൽകൾ വഴുതാതനിശം എന്നെ കാത്തിടുന്നവൻ നീയേ. എൻ കാൽകൾ വഴുതാതനിശം എന്നെ കാത്തിടുന്നവൻ. കൃപകൾ തന്നും തുണയായി വന്നും നടത്തും അത്ഭുതമായോ. കൃപകൾ തന്നും തുണയായി വന്നും നടത്തും അത്ഭുതമായി. എനിക്കൊത്താശ ഇന്ന് പകൽ ചേർന്ന ഓ യേശുവേ നീ മാത്രം. കർത്താവേ നീ മാത്രമെന്നാൾ. എൻ ദേഹം മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും. എൻ ദേഹം മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും. നീ വരും നാളിൽ നിന്നോടണഞ്ഞ് ആനന്ദിച്ചാത്തിടും ഞാൻ. നീ വരും നാളിൽ നിന്നോടണഞ്ഞ് ആനന്ദിച്ച പ്രത്യാശയോടെ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ. ഇന്ന് പകരം വിശ്വസിക്കുന്നവർ ചേർന്ന് ഓ കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്ന. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകരം വിശ്വസിക്കുന്നവർ ചേർന്ന് എന്റെ കർത്താവ് എന്റെ ദേഹം മണ്ണോട് മറഞ്ഞാലും എന്റെ ജീവിതം ഈ ലോകത്തിൽ അവസാനിച്ചു പോയാലും എനിക്കൊരു പ്രത്യാശയുണ്ട്. എന്റെ കർത്താവ് വരുമ്പോൾ എന്റെ ഈ ശരീരം മാറി ഞാൻ അവനോട് ചേരുന്ന ഒരു ദിവസമുണ്ട്. വിശ്വസിക്കുന്നവർ ചേർന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നമ്മുടെ കാലുകൾ വഴുതിപ്പോകാതെ, നമ്മുടെ കാലടികൾ ഇടറിപ്പോകാതെ നമ്മളെ കരം പിടിച്ച് നടത്തുന്ന കൃപകൾക്ക് മേൽ കൃപകൾ പകർന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. യേശുവിന്റെ നാമത്തിൽ താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. Thank you, Jesus. Hallelujah. Thank you, Jesus. നമ്മുടെ പക്ഷത്തുള്ള ദൈവം നിസ്സാരക്കാരനല്ല. അവൻ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവം.
നമ്മുടെ കാലുകൾ വഴുതി പോകാതെ, നമ്മുടെ കാലടികൾ ഇടറിപ്പോകാതെ നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് പകലത് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. എൻ്റെ കാലടികൾ വഴുതി പോകാതെ, എൻ്റെ കാലടികൾ ഇടറിപ്പോകാതെ എന്നെ വഴി നടത്തുന്ന ഒരു സ്വർഗീയ സൈന്യം എൻ്റെ കൂടെയുണ്ട്. എന്ന് പറയാൻ അതാ നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം നമ്മളെ സഹായിക്കാൻ എൻ്റെ കൂടെ എൻ്റെ കർത്താവ് ഉണ്ടെന്നുള്ളതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കൂരിരുൾ മുങ്ങുന്ന ഹല്ലേലൂയ ആ വേളയിലും, കൂരിരുളിൽ നമ്മൾ നമ്മൾ അതിൽ അകപ്പെട്ടു പോകുന്ന സമയത്തും, സഹായിപ്പാൻ ആരുമില്ലാതിരിക്കുന്ന സമയത്തും നമ്മൾ ഒരുമിച്ച് ചേർന്ന് പാടും, എൻ്റെ സങ്കേതമായി എൻ്റെ കർത്താവ് കൂടെയുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ആശ്രയമായി എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഇത് പകൽ അത് തിരിച്ചറിഞ്ഞവരായി ഇവിടെ ഇരിക്കുന്നവർ, അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നവരോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, നമ്മളെ സഹായിക്കുന്ന ഒരുവൻ ഉയരത്തിലുണ്ട്. ഏത് പ്രശ്നമായാലും ഏത് പ്രതിസന്ധി ആയാലും അതിനെ മറികടക്കുന്ന ഒരു അഭിഷേകം നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ചില പ്രശ്നങ്ങളെ, പ്രതികൂലങ്ങളെ ചാടിക്കടക്കാനുള്ള ഒരു അഭിഷേകം നമ്മുടെ മേൽ ദൈവം പകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ ഒരു നിമിഷം ഒന്ന് അടച്ചാട്ടെ. ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഏകാഗ്രഹമാക്കി എല്ലാവർക്കും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? കഴിയുന്നവർ, അല്ലെങ്കിൽ കാലിനും കൈക്ക് ഒന്നും പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന് എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച്, എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് നമ്മുടെ കൈകളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരു നിമിഷം കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, ഇന്ന് പകൽ നമ്മളിവിടെ കൂട്ടിക്കൊണ്ട് വന്ന് ആ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അല്ലെ സ്തോത്രം ചെയ്തുകൊണ്ട് ഒരു നിമിഷം മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ലഭിച്ചതായ ആ കൃപകളോടെ ചേർന്ന് കർത്താവിന് ഒരു നിമിഷം മഹത്വം കൊടുത്താട്ടെ. യേശുവേ, ഹല്ലേലൂയ. എൻ്റെ സങ്കേതമായ കർത്താവേ, എന്നെ വഴി നടത്തുന്ന കർത്താവേ, എൻ്റെ തുണയായി എൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന കർത്താവേ, ഏതൊരാപത്തിലും ഏത് നേരത്തിലും കർത്താവേ എനിക്ക് ആശ്രയമായി വരുന്ന യേശുവേ, ഒന്ന് ചേർന്ന് പാടിയാട്ടെ. താങ്ക് യു ജീസസ്. ഇരുൾ തിങ്ങിടും പാതകളിൽ, കരൾ വിങ്ങിടും വേളകളിൽ, ഇരുൾ തിങ്ങിടും പാതകളിൽ, കരൾ വിങ്ങിടും വേളകളിൽ, അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ, അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ, എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, ഏതോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ, ഏതോരാപത്തിലും ശബ്ദമുയർത്തി എനിക്കെന്നും ദൈവമത്രേ. എല്ലാ ഭാരങ്ങളും എന്നും താങ്ങി എന്നെ, എന്നും താങ്ങി എന്നെ നടത്തും, എല്ലാ ഭാരങ്ങളും ചുമക്കും, എന്നും താങ്ങി എന്നെ നടത്തും,
കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കും. അത് വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കും എന്നെ നിത്യം. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, ഏതോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ. ഏതോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും. ഇത്ര നല്ലവനാ പ്രിയനെ, ഇത്ര നല്ലവനാ പ്രിയനെ, ഇത്രയിൽ രുചിച്ചറിവാൻ യേശുവേ. ഇത്ര നല്ലവനാ പ്രിയനെ, ഇത്രയിൽ രുചിച്ചറിവാൻ. ഈടയായ നീന ഒടുവിൽ വരയും ഇനി എനിക്കെന്നും താൻ മതി. ഒരുമിച്ച് ആ പ്രത്യാശയോടെ ഈടയായ നീന ഒടുവിൽ വരയും ഇനി എനിക്കെന്നും താൻ മതിയാ. എന്റെ സങ്കേതം, എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത, മറ്റാരേക്കാളും അടുത്ത് നിൽക്കുന്നവൻ. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, ഏതോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ആ പ്രത്യാശയോടെ ചേർന്ന് എല്ലാ ആദരങ്ങളും തുറന്ന് ഏതോരാപത്തിലും ഏതു നേരത്തിലും എനിക്കും. ഒരിക്കൽ കൂടെ ചേർന്ന് ശബ്ദം ഉയർത്തി ഏതോരാപത്തിലും ഏതു നേരത്തിലും എനിക്കും ദൈവമത്രേ. ഏതാപത്തിലും ഏതു നേരത്തും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരേ ഒരു സ്നേഹിതൻ, പെറ്റമ്മയേക്കാൾ അധികം നമ്മളെ സ്നേഹിക്കുന്ന നല്ല തുണയായി ഹല്ലേലൂയ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരേ ഒരു സ്നേഹിതൻ ഇന്ന് പകലിൽ അവനാണ് എൻ്റെ ബലം, അവനാണ് എൻ്റെ സങ്കേതമെന്ന് വിശ്വസിക്കുന്നവർ, ഉറപ്പോടെ ധൈര്യത്തോടെ ഏറ്റു പറയുന്നവർ ഒരു നിമിഷം എല്ലാ കരങ്ങളും ചേർത്തടിച്ച് കർത്താവേ നീ മാത്രം എൻ്റെ ആശ്രയം, നീ മാത്രം എൻ്റെ ശൈലം, നീ മാത്രം എൻ്റെ ബലം, ഏതൊരാപത്തിലും ഏതനർത്ഥത്തിലും എൻ്റെ കൂടെ ഇരിക്കുന്ന നല്ല സഖിയായ യേശുവേ. ഇന്ന് പകൽ ആ സഖി നിന്റെ കൂടെയുണ്ട്. നിന്റെ അടുക്കൽ ഏറ്റവും ചാരത്ത് നിന്റെ വലതുവശത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു രക്ഷകനായി, ഒരു സൈന്യമായി, ഒരു പരിചയമായി, ഒരു ബലമായി, ഒരു കോട്ടയായി നിന്റെ കൂടെ അവനുണ്ട് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആ വിശ്വാസത്തോടെ ആ പ്രത്യാശയോടെ നമുക്ക് ചേർന്ന് കർത്താവിനെ വീണ്ടും മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഒരു വാക്യം വായിക്കുന്നു. പ്രവർത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നമ്മളത് വായിക്കുന്നതാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം.
പത്രോസിന് സുബോധം വന്നിട്ട് പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എല്ലാവരുടെയും പ്രതീക്ഷ നമ്മളെ വിടുവിക്കും. ഉറച്ച കൈ ഉയർത്തി ആമേൻ പറ. പല ആളുകൾക്ക് നമ്മളെക്കുറിച്ച് പല പ്രതീക്ഷയുണ്ട്, പക്ഷെ അവരുടെ ആരുടെയും പ്രതീക്ഷ നടക്കുകയില്ല. ദൈവത്തിന്റെ പ്രതീക്ഷ നടക്കാൻ പോവാ. ഇന്ന് രാവിലത്തെ ആരാധനയിൽ ഈ മാവേലിക്കര പട്ടണത്തിനകത്ത് നിന്റെ കുടുംബത്തെക്കുറിച്ച്, നിന്റെ തലമുറയെക്കുറിച്ച്, നിന്റെ വീടിനെ കുറിച്ച് പൈശാചിക പദ്ധതികളല്ല ഇന്ന് രാവിലെ വിപുലമാകാൻ പോകുകയാ. മന്ത്രവാദികളുടെ പദ്ധതികൾ, രാജാക്കന്മാരുടെ പദ്ധതികൾ, അധിപതികളുടെ പദ്ധതികൾ ഈ രാവിലെ ദൈവം ഉടച്ചു കളയാൻ പോകുകയാ. അതിന്റെ മുകളിൽ ദൈവത്തിന്റെ പദ്ധതി ഇന്ന് രാവിലെ നിനക്ക് വേണ്ടി എഴുതാൻ തുടങ്ങുക. കർത്താവ് എന്നോട് പറയുക, ഈ രാവിലെ ചില ചങ്ങലകൾ അഴിയാൻ പോകുകയാ, ചില ബന്ധനങ്ങൾ പൊട്ടാൻ പോകുകയാ, ചില വാതിലുകൾ തുറക്കാൻ പോകുകയാ. നിനക്ക് വേണ്ടി ശത്രു അടച്ചതല്ല, ഈ രാവിലെ ദൈവം തുറന്നു തുടങ്ങുക. അവൻ തുറന്നാൽ ഉലകത്തിൽ ഒരുത്തനും അത് അടയ്ക്കാൻ പറ്റുകയില്ല. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇന്ന് രാവിലത്തെ ആരാധനയിൽ എന്റെ ദൈവം നിനക്ക് വാതിൽ തുറക്കാൻ പോകുകയാ. കരമടിക്കാൻ പറ്റുന്നവർ, കരമടിച്ച് അന്യഭാഷ പറയാൻ പറ്റുന്നവർ, അന്യഭാഷകൾ പറഞ്ഞ ദൈവത്തിന് ഇന്ന് രാവിലെ സ്തോത്രം ചെയ്യാൻ പറ്റുന്നവർ, ഈ രാവിലെ ആധരങ്ങൾ തുറന്ന് യേശുവേ എന്ന് വിളിക്കാവുന്ന ആളുകൾ ഇന്ന് രാവിലത്തെ ആരാധനയിൽ ദൈവത്തിന് മഹത്വം കൊടുത്തു തുടങ്ങിയേ. കർത്താവിനോട് പറയുക, ഈ പട്ടണത്തിൽ ചില വാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കാൻ പോകുകയാ. ചില വാതിലുകൾ തുറക്കാൻ പോകുകയാ. അർമ്മമനക ശബ്ദരാധന ശത്രു നിനക്ക് മുൻപിൽ അടച്ചു വെച്ച സകല വാതിലുകളുമേ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഈ രാവിലെ നിങ്ങളുടെ ഒരു വാക്ക് കേൾക്കണം. ദൈവം വാതിൽ തുറക്കും. ദൈവം വാതിൽ തുറക്കും. ദൈവം തുറക്കോ? യോത്തിന് വന്നാന്നോ? ഇന്ന് നീ രക്ഷപ്പെടാൻ പോവാ. നിന്നെ ഓർത്ത് കരയുന്ന ഒരാള് നിന്റെ വീടിനകത്തുണ്ട്. ആ വിഷയത്തിൽ ഇന്ന് രാവിലെ ദൈവം നിന്റെ തലമേൽ നിന്ന് നുഖത്തെ പൊട്ടിച്ചു കളയാൻ പോവാ. പ്രിയരെ, നമ്മൾ ചില ദിവസങ്ങളായിട്ട് ഈ പുസ്തകം വായിക്കുകയാണ്, പ്രവർത്തികളുടെ പുസ്തകം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് തുടർമാനമായിട്ട് വായിക്കുന്നുണ്ട്. ഇത് എഴുതിയതാരാണ്? നമ്മളെല്ലാം പഠിച്ചേക്കുന്ന പൗലോസാണ്. അല്ല, പിന്നെ ആരാ? ലൂക്കോസ്. ലൂക്കോസ് എത്ര പുസ്തകം എഴുതി? 2 പുസ്തകം. 1 ലൂക്കോസിൻ്റെ സുവിശേഷം, 2 ഇതെങ്ങനെ ലൂക്കോസ് എഴുതിയെന്നറിയുന്നത്? 2ഉം ഒരാളെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ആരെയാണ്? തയോഫിലോസിനെ. തയോഫിലോസ് എന്ന് തുടങ്ങിയാണ് ഈ പുസ്തകം പറയുന്നത്. ഈ പുസ്തകത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് അത്ഭുതത്തിൻ്റെ പുസ്തകമാണ്. ശരിക്കും ഞാൻ നിങ്ങളോട് പറയാം, പെന്തക്കോസ്ത് ഒരു അത്ഭുത. പിന്നെ ഇന്ന് നമ്മുടെ പാസ്റ്റർമാർക്ക് സമയമില്ല പ്രാർത്ഥിക്കാൻ. ഒരാമയും പറ. അത്ഭുതം ഇന്നും ഉണ്ട്. ഇന്നലെ രാത്രി ഞാൻ ഈ കാട്ടിക്കൂടെ പോയത് ഒരു അത്ഭുതത്തിന് വേണ്ടിയാണ്. അത് ഞാൻ നിങ്ങളോട് പറയാം. ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്ന, അവനിങ്ങനെ പെന്തിക്കോസിലോട്ട്, ഹിന്ദുവാ, പെന്തിക്കോസി വന്നപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു, നീ മുടിഞ്ഞു പോത്തേ ഉള്ളൂ, നീ ലോട്ടറി എടുത്ത് മുടിയും. അന്ന് നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടക്കുക. പുള്ളി തിരിച്ചു പോയപ്പോൾ പറഞ്ഞ്, കർത്താവേ, അമ്മ പറഞ്ഞ ലോട്ടറി എടുത്ത് മുടിയുമെന്നാ. ഞാൻ എന്തുമായാലും വിശ്വാസത്തോടെ ലോട്ടറി എടുക്കുക. എന്നെ ഫോൺ വിളിച്ചു. ഞാൻ പറഞ്ഞിട്ട്, എനിക്ക് വിശ്വാസമൊന്നുമില്ല, പക്ഷെ എന്നാലും നിന്റെ അമ്മ പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാം. ഇന്നലെ പുള്ളിക്ക് 38 ലക്ഷം രൂപ അടിച്ചു. അതിന് ആദ്യത്തെ ദശാംശം തരാൻ വിളിച്ച ആമീനൊക്കെ പോയി പോക്കണ്ട. ദശാംശം തരാൻ വിളിച്ച 38 ലക്ഷം രൂപ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് തരുന്നതിന് മുമ്പ് നിന്റെ അമ്മയെ വിളിക്കണം.
അമ്മയ്ക്ക് കൊടുക്കണം. ആർക്ക്? അമ്മയ്ക്ക്. അമ്മ വിളിച്ചു, അമ്മേ പെന്തിക്കോസിൽ പോയിട്ട് ഇതുവരെ എൻ്റെ ലൈഫിൽ, അവൻ പറഞ്ഞ ഇതുവരെ എൻ്റെ ലൈഫിൽ ലോട്ടറി അടിച്ചിട്ടേ ഇല്ല. അന്ന് ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പം ഒരു ലോട്ടറി അടിച്ചു. ഈ ദൈവം തരുന്ന വഴി എന്ന് പറഞ്ഞ അത്ഭുതമാണ്. ഇവൻ അങ്ങ് തകർന്ന് നിന്ന സമയം, ഭയങ്കര കുടിയനായിരുന്നു കേട്ടോ, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നല്ല ഉയർന്ന ഉദ്യോഗസ്ഥനാ. അങ്ങ് തകർന്ന് നിന്നപ്പോഴാണ് എന്നെ കാണുന്നത്. പെണ്ണുമ്പിള്ള പിടിച്ചുകൊണ്ട് യോഗത്തിന് വന്ന. നിങ്ങളോട് ഞാൻ പറയാം, കർത്താവിൻ്റെ അടുത്ത് വന്നാൽ നമ്മൾ രക്ഷപ്പെടും. അത് ദൈവത്തിൻ്റെ പരിപാടിയാ, ദൈവത്തിൻ്റെ അത്ഭുതമാണ്. അവൻ എനിക്ക് ഇന്നലെ 1,00,000 രൂപ തന്നു. ഒരാമയും പറ. ഈ തലേ ദിവസം തൊട്ടുണ്ടെങ്കിൽ ഞാൻ ഒരാടെ നിന്ന് 6,00,000 രൂപ കടം വാങ്ങിച്ച് ഇലക്ട്രിസിറ്റിക്ക് അടച്ചേ. അങ്ങേരെ എന്നെ ഇരുത്തി പൊറിപ്പിക്കുന്നില്ല. പുള്ളിക്ക് അത്യാവശ്യമായിട്ട് 1,00,000 രൂപ വേണം. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ വിഷമിക്കണ്ട, ബുധനാഴ്ച രാവിലെ തരാം. ബുധനാഴ്ച എനിക്കറിയത്തില്ല എവിടുന്ന് കൊടുക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ പുള്ളിക്ക് കൊണ്ടുവന്ന് 1,00,000 രൂപ കൊടുത്തിട്ടായി വരുന്നത്. ദൈവത്തിന്റെ പണി കണ്ടോ? എനിക്ക് 1,00,000 രൂപ തരാൻ ദൈവം പോലീസുകാരന് ലോട്ടറി എടുപ്പിച്ചു. എന്നിട്ട് അവനോട് ദൈവം പറഞ്ഞ എനിക്ക് 1,00,000 തരാൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് ദൈവം നമ്മളെ പോറ്റുന്ന ദൈവമാണ്, നമ്മളെ നടത്തുന്ന ദൈവമാണ്, നമ്മളെ കരുതുന്ന ദൈവമാണ്. അവഗണിക്കുന്ന ആളുകളുടെ മുൻപിൽ പരിഗണിക്കാൻ കരുത്തുള്ള ദൈവമാണ്. ഇന്ന് രാവിലെ നാം ആരാധിക്കുന്ന ദൈവമെങ്കിൽ അകത്തുറപ്പുള്ള ദൈവത്തിന്റെ മക്കള് ഇന്ന് രാവിലെ ആത്മാവിൽ പ്രാർത്ഥിക്കണം. നിന്റെ കുടുംബം ഉയരങ്ങളിലേക്ക് നടക്കാൻ പോകുകയാ. അടുത്ത കാര്യം പറയാമോ? നമ്മുടെ വീടുകൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവപ്രവൃത്തി ഉണ്ടാകും. നീ താഴ്ച പ്രാപിക്കയില്ല, ഉയർച്ച പ്രാപിക്കും. ഒരു വാക്കൂടെ ഞാൻ പറയുക, ഈ അമ്മയും മോനും കൂടെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഈ ചെറുക്കൻ്റെ കാര്യം പറയാം. അമ്മയും മോനും കൂടെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഈ മോൻ പെന്തിക്കോസി വന്നപ്പോൾ അമ്മ അവനോട് പറഞ്ഞു, എടാ നീ നശിക്കാൻ ഞാൻ നിനക്കിട്ട് ചെയ്യും. അമ്മയാ, സ്വന്തം അമ്മ പറയാം. ഞാൻ എൻ്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ ആദ്യം പറഞ്ഞ വാക്കിതാ, എൻ്റെ പൊന്നു മോനെ, നിനക്കിട്ട് ആര് പണിതാലും ദൈവം കൂടെ നിൽക്കും. ഒന്ന് കൈ ഉയർത്തി രാമയും പറയാ. സംഭവിച്ചത് തിരിച്ചാ കേട്ടോ. പണിതവരെങ്ങും എത്തിയില്ല, പണി കിട്ടിയവൻ രക്ഷപ്പെട്ടു. ഇന്ന് രാവിലത്തെ പ്രവചനം പറയുക, അമ്മമ്മേ പണിതവരെങ്ങും എത്തുകയല്ല, പണി കിട്ടിയ നിന്റെ കുടുംബം രക്ഷപ്പെടാൻ പോവാ, പണി കിട്ടിയ നിന്റെ തലമുറ രക്ഷപ്പെടാൻ പോവാ, പണി കിട്ടിയ നിന്റെ വീട് രക്ഷപ്പെടാൻ പോവാ. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ പദ്ധതികൾ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ഇന്ന് രാവിലെ വെളിപ്പെട്ടു വരാൻ പോകുകയാ. ആരും നിന്നെ പണിതാലോ ദൈവം നിന്നെ ഉയർത്താൻ പോകുകയാ. കൈ ഉയർത്തി പിടിച്ചൊരാമീൻ പറഞ്ഞുതരാ. ഒറ്റ വാക്കൂടെ ഇരുന്ന പ്രിയരെ, ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം പറയാം. ആര് നിനക്കിട്ട് പണിതാലും ദൈവം കൂടെ ഉണ്ട്, നമ്മൾ വിജയിക്കും. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, തകരുകയില്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, അസ്തമിച്ചു പോകുകയില്ല. അത് ദൈവത്തിന്റെ പദ്ധതിയിൽ ഏറ്റവും വലിയ പദ്ധതിയാ. അത് നിന്നെ കുറിച്ച് ദൈവം നിർണയിച്ചതാണ്. അപ്പോസ്തല പ്രവൃത്തി അത്ഭുതങ്ങളുടെ പുസ്തകമാണ്. ഒന്നുകൂടെ പറഞ്ഞേ, എന്താണ് ആ പുസ്തകം മൊത്തം? അത്ഭുതം. ആ പുസ്തകം മൊത്തം അത്ഭുതം. അതിനകത്തൊരു കാര്യം എന്നാന്ന് പറയാം. 2-ാം അധ്യായത്തിൽ സ്കൂളിൽ പോലും ശരിക്കും പോയിട്ടില്ലാത്ത എല്ലാരും ഭാഷ പഠിച്ചു. എല്ലാരും IELTS ഒക്കെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? 15 പ്രാവശ്യം എക്സാം എഴുതിയവരുണ്ട്. ഒരു ദിവസം പോലും IELTSന് സ്കൂളിൽ പോകാതെ ഇംഗ്ലീഷ് പറയുന്നവരുണ്ട്. ഇതായി നടന്നേ. അവിടെ ഒരു കാര്യം നടന്നേ കണ്ടോ? അതൊരു അത്ഭുതമാണ്. ഇന്നലെ എന്നെ കാണാൻ ഒരു മനുഷ്യൻ വന്നു. ജപ്പാനിലേക്ക് ഇപ്പോൾ ആളുകളെ വിടുന്നുണ്ട്. പുള്ളി അതിൻ്റെ റിക്രൂട്ടറാണ്. അപ്പം എൻ്റെ അടുത്ത് കത്തോലിക്കനാ, കടുത്ത കത്തോലിക്കനാ. എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഭയങ്കര ടഫാണ് പാസ്റ്ററെ, അവരുടെ എക്സാം ഭയങ്കര ടഫാണ്, പക്ഷേ സ്റ്റാർട്ടിങ്ങിലൊരു 2.5 ലക്ഷം രൂപ ശമ്പളം കിട്ടും പാസ്റ്റർ എനിക്ക് വേണ്ടി. പിന്നെ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അവരുടെ വീട്ടിലെ കാര്യമൊക്കെ പറഞ്ഞു. അവരെങ്ങനാ, പുള്ളി എന്നോട് പറഞ്ഞേ, ഇഷ്ടംപോലെ സ്വത്തുണ്ടായിരുന്നു, എല്ലാം നശിച്ചുപോയി, എവിടെ തൊട്ടാലും പരാജയ,
അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പരാജയത്തിൻ്റെ ഒരു കാരണം എൻ്റെ കണ്ണിൻ്റെ മുമ്പ് ഞാൻ കണ്ടു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ അപ്പനൊരു സഹോദരനുണ്ടായിരുന്നു, നിങ്ങൾ തമ്മിൽ അപ്പുറത്തും ഇപ്പുറത്തും ആ കിടന്നേ, 1 ഏക്കർ നിങ്ങൾക്കും അപ്പുറത്ത് 1 ഏക്കറും ഉണ്ട്, രണ്ടിൻ്റെയും ഇടയ്ക്ക് വെച്ചൊരു പ്രശ്നം ഉണ്ടായി. നിങ്ങളുടെ അപ്പൻ്റെ സഹോദരൻ നിങ്ങൾക്കിട്ട്, ഈ പിള്ളേർ രണ്ടും ഭയങ്കര മിടുക്കനാണ്. മൂത്തവൻ അന്നത്തെ കാലത്ത് MBA പഠിച്ച, പക്ഷെ കൃഷിക്കാരനാ, ഒന്നുമില്ല. ഇവനും ഒരു സ്കൂളിൻ്റെ മാനേജറായിട്ടിരുന്നയാളാ. നല്ല ശമ്പളം ഉണ്ടായപ്പോൾ മോക്കൊരസുഖം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പണിയാ. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, വിഷമിക്കണ്ട, ഈ പണിയെല്ലാം തിരിച്ചു പോകും. 2-ാം അധ്യായം അത്ഭുതത്തിൻ്റെ പുസ്തകമാണെന്ന് പറയാൻ അതിൻ്റെ പുറകിൽ ഒരു കാരണമുണ്ട്. സാമാന്യരായിട്ടുള്ള ആളുകൾ മുഴുവൻ അന്യഭാഷകൾ പറയുക. എന്നാ ഈ ഭാഷ പഠിച്ചിട്ട് വഴങ്ങാത്തവരുണ്ടെ പ്രാർത്ഥിക്കണം. നിന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലായിട്ട് മാറും. അത് അകത്ത് ഇന്ന് രാവിലെ ഉറപ്പിച്ചു പ്രാർത്ഥിച്ചോണം. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ നിന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലാകാൻ പോകുകയാ. അകത്തുറപ്പുള്ള ദൈവത്തിന്റെ മക്കള് പ്രാർത്ഥിച്ചോ. ഞാൻ ഇന്ന് രാവിലെ ഒരു വെളിപ്പാട് കാണുക. ചില മക്കൾക്ക്, ചില അമ്മമാർക്ക്, ചില അപ്പന്മാർക്ക് ദൈവം ഭാഷകൾ വളക്കാൻ പോകുകയാ. ചിലർക്ക് പ്രത്യേകമായ ചില ഭാഷയുടെ മേൽ ദൈവം അധികാരം കൊടുക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ അധികാരത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭാഷകളുടെ മേൽ അധികാരമുണ്ടാകട്ടെ, ഭാഷകളുടെ മേൽ അധികാരമുണ്ടാകട്ടെ, ഭാഷകളുടെ മേൽ അധികാരമുണ്ടാകട്ടെ. ചില കുഞ്ഞുങ്ങൾക്ക് ഭാഷകളുടെ മേൽ അധികാരമുണ്ടാകട്ടെ. കരമടിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളും ഒന്ന് പ്രാർത്ഥിച്ചേ. ഭാഷകളുടെ മേലൊരു അധികാരം, ഭാഷകളുടെ മേലൊരു അധികാരം, ഭാഷകളുടെ മേലൊരു അധികാരം. പരിശുദ്ധാത്മാവിനോട് പറയുക, ഇവിടെ മാത്രമല്ല ചില രാജ്യങ്ങളിലും ചില ആളുകൾക്ക് ഭാഷകളുടെ മേൽ, ചില സംസ്ഥാനങ്ങളിൽ, ചില പട്ടണങ്ങളിൽ വരുന്ന എക്സാമുകളിൽ ഭാഷകളുടെ മേൽ അധികാരം. യേശുവിന്റെ നാമത്തിൽ അകത്ത് അഭിഷേകമുള്ളവർ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ച് ചില ഭാഷകളുടെ മേൽ ദൈവം അധികാരം തരാൻ പോവുക. ചില ഭാഷകളുടെ മേൽ ദൈവം അധികാരം തരാൻ പോകുക. ചില ഭാഷകളുടെ മേൽ ദൈവം അധികാരം കൈമാറാൻ പോകുക. ചില ഭാഷകളുടെ മേൽ അഭിഷക്തന്മാരെ ഇന്ന് രാവിലെ ദൈവം നിനക്ക് അഭിഷേകം തരുക. ഭാഷകളുടെ മേൽ അധികാരം തരുന്ന നിങ്ങൾ കൈ ഉയർത്തി ഒരാമേൻ പറഞ്ഞേ. പ്രിയരെ, സമയത്തിന്റെ കുറവുണ്ട്, ഞാൻ ഇത്ര ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു വാക്ക് നിങ്ങൾ കേട്ടോണം. നിങ്ങളുടെ മക്കൾക്ക് ഭാഷകളുടെ മേൽ അധികാരം തരും. നിങ്ങൾ എഴുതുന്ന എക്സാമുകളിൽ നിങ്ങൾക്ക് അധികാരം ദൈവം തരും. നിങ്ങൾക്കൊരു വിജയം ദൈവം തരും. നിങ്ങൾ തോറ്റുപോകില്ല. നിങ്ങളുടെ മക്കൾ തോറ്റുപോകയില്ല. നിങ്ങൾ ജയാളികളായി മാറും. നിങ്ങൾ അത്ഭുതങ്ങളായി മാറും. ചില ആളുകൾക്ക് ചിലതിന്മേൽ ദൈവം അധികാരം കൊടുക്കും. ഞാൻ തുടരട്ടെ പ്രിയരെ, ഞാൻ തുടരട്ടെ. 2-ാം അധ്യായത്തിൽ ദൈവം ഭാഷ കൊടുത്തു. 2-ാം അധ്യായത്തിൽ ദൈവം ഭാഷ കൊടുത്തു, അധികാരം കൊടുത്തു. എന്നൊക്കെ കൊടുത്തു? ഭാഷ കൊടുത്തു, അധികാരം കൊടുത്തു. പെന്തക്കോസ്തിൽ നഷ്ടപ്പെട്ടു പോയി 2 കാര്യം. അധികാരം പോയി. ഇപ്പം നമ്മളൊരു നോർമൽ ക്രിസ്ത്യനായിട്ട് ജീവിക്കുവാന്നൊന്നും അറിയത്തില്ല. ഒരു നാമധേയ ക്രൈസ്തവനായിട്ട് ജീവിക്കുക. ഇന്നലെ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ പള്ളിയിൽ ഭയങ്കര ചൊല്ലുണ്ട്, പക്ഷെ വചനം അറിയത്തില്ല, വചനത്തിലെ അത്ഭുതങ്ങൾ അറിയത്തില്ല, വചനത്തിലെ ദൈവപ്രവർത്തികൾ അറിയത്തില്ല. സ്നേഹിതരെ, നമ്മുടെ ഇടയിൽ ആ ദൈവപ്രവർത്തികൾ സംഭവിക്കും. മാവേലിക്കര പട്ടണം ദൈവത്താൽ പിടിച്ച് എടുക്കത്തക്ക പോലെ. നിങ്ങൾ ആ കൈ ഒന്ന് ഉയർത്തി ഒരു ആമീൻ പറഞ്ഞേ. ഞാൻ 2 മണിക്ക് നിർത്തേണ്ടി ഉണ്ടാവും ഓടുന്നത്. നിങ്ങൾ ഒന്നിരുന്ന് 2 കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞോട്ടെ. അങ്ങനെ 12-ാം അധ്യായമായപ്പോൾ പത്രോസിനെ പിടിച്ച് ജയിലിട്ടു. പത്രോസ്, ഇവിടെ 2 ക്യാരക്ടർ ഉണ്ട്. ഒന്ന് പത്രോസ്, 2 1 മുതൽ
12 വരെ ആരാ? പത്രോസും യോഹന്നാനും. 12 മുതൽ 13 മുതൽ 28 വരെ ബർന്നബാസും പൗലോസും. കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു. ഇപ്പൊ ആരാ? പുറകെ കിടക്കുന്നവരെ ദൈവം മുമ്പിൽ കൊണ്ടുവന്നു. ദൈവം നിങ്ങളെ, നിങ്ങളുടെ മക്കളെ മുമ്പിൽ കൊണ്ടുവരും. നിങ്ങളുടെ കുടുംബത്തെ മുമ്പിൽ കൊണ്ടുവരും. നിങ്ങളുടെ തലമുറകളെ മുമ്പിൽ കൊണ്ടുവരും. ഉറപ്പുള്ളവർ ആമേൻ പറഞ്ഞോ. ചിലരെ ദൈവം മുമ്പിൽ കൊണ്ടുവരാൻ പോവാ. റമൽ പ്രഭന ഘടക സദന ഘടക. ഇതിനകത്തിരിക്കുന്ന എത്ര പേർക്ക് ഉറപ്പുണ്ട്? ചില ആളുകളെ ദൈവം മുമ്പിൽ കൊണ്ടുവരും. നിങ്ങളുടെ മക്കൾ മുമ്പിൽ വരും. നിങ്ങൾ മുമ്പിൽ വരും. ഒരാമീൻ പറ. നിങ്ങൾ മുമ്പിൽ വരും. അഭിഷേകം വന്നാ നീ മുമ്പിൽ വരും. ദൈവശക്തി വന്നാ നീ മുമ്പിൽ വരും. കർത്താവിനോട് പറയുക, ഈ രാവിലെ നീ മുമ്പിൽ വരും. ദൈവം നിന്നെ മുമ്പിൽ കൊണ്ടുവരാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലത്തെ ആരാധനയിൽ ദൈവം ചിലരെ മുമ്പിൽ കൊണ്ടുവരാൻ പോവാ. ദൈവം ചിലരെ മുമ്പിൽ കൊണ്ടുവരാൻ പോവാ. ദൈവം ചിലരെ മുമ്പിൽ കൊണ്ടുവരാൻ പോവാ. നിങ്ങളാ കൈ ഉയർത്തിയ രാമയും പറഞ്ഞേ. പ്രിയരെ, എനിക്ക് ഇച്ചിരി പറഞ്ഞ് ആരാധിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ പറ്റുകയില്ല. അതുകൊണ്ടാ നമ്മൾ മുമ്പിൽ വരും. ഒന്ന് പറഞ്ഞേ. ചുമ്മാ ഒരാളെ തൊട്ട് പറഞ്ഞ മുമ്പിൽ വരുമെന്ന് പറ. നിങ്ങളുടെ വീട്ടിലെ വെറുതെ അത്ഭുതങ്ങൾ പറയണം. നമ്മൾ പറയുന്നതൊക്കെ നടക്കും. ഒന്നുകൂടെ നമ്മൾ പറയുന്നതൊക്കെ പറ. ഞാൻ പറയുന്നതൊക്കെ നടക്കും. അതെന്നാ? ഞാൻ യേശുവിന്റെ മോനാ, ഞാൻ യേശുവിന്റെ മോളാ. ഞാൻ പറയുന്നത് നടക്കും. അതെങ്ങനാ? ആര് പറഞ്ഞു? ബൈബിള് പറഞ്ഞു. ആദം ഇട്ടതൊക്കെയും അവയ്ക്ക് പേരായി. നിങ്ങളത് കേട്ടോ? ആദം ഇട്ടതൊക്കെയും പേരിട്ടതാരാ? ആദം. ആനയെ കണ്ടപ്പോ ആനയെന്ന് വിളിച്ചു. പുലിയെ കണ്ടപ്പോ പുലി എന്ന് വിളിച്ചു. എലിയെ കണ്ടപ്പോ എലി എന്ന് വിളിച്ചു. പിന്നെന്തുവാ? ജിറാഫിനെ കണ്ടപ്പോ ജിറാഫ് എന്ന് വിളിച്ചു. സിംഹത്തെ കണ്ടപ്പോ സിംഹം എന്ന് വിളിച്ചു. അതിന്റെ പുറകിൽ കുതിര വരുന്നു, കുതിര എന്ന് വിളിച്ചു. അതുപോലെ ഇരിക്കുന്ന വേറെ ജീവി പുറകിൽ വരുന്നു, അതിനെ കഴുത എന്ന് വിളിച്ചു. രാമീമറ. നിങ്ങൾ കണ്ടില്ലേ? കഴുതയും കുതിരയൊക്കെ ഏകദേശം ഒരുപോലെ ഇരിക്കും, ഇല്ലയോ? നിങ്ങൾ കഴുതയും കുതിരയും കണ്ടിട്ടില്ലയോ? കഴുതയും കുതിര ഒരുപോലെ ഇരിക്കത്തില്ലേ? കഴുതെന്ന് വിളിച്ചു. അതിന്റെ പേര് അഭിഷേകം. രാമീമറ. കഴുതയാന്ന് മനസ്സിലാക്കാനും കുതിരയാന്ന് മനസ്സിലാക്കാനും അഭിഷേകം ഉള്ളതിന്റെ പേരാണ് അഭിഷേകം. ഈ കുതിരയുടെ പേര് ഇന്ന് വരെ മാറിയിട്ടുണ്ടോ? ആദം ഇട്ടതാ. കൈ കൊടുത്തവർ ആദം ഇട്ട പേരാ. ആദം വന്ന് കല്യാണം കഴിച്ചാന്നോ? ആണോ? ആദം കല്യാണം കഴിച്ചോ? വന്ന് നമുക്കിതൊന്നും അറിയത്തില്ല. ആദം കെട്ടിയോ? വന്ന് ഇല്ല. ആദമിന്റെ കെട്ട് നടക്കുന്നതിന് മുമ്പ് ആദം പേരിട്ടു. ഞാൻ ഇടയ്ക്ക് വിചാരിക്കും കല്യാണം കഴിക്കാത്തോണ്ട് ഇത്ര ഓർമ്മ പുള്ളിക്ക്. അതാ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള ഓർമ്മയാ. ഭയങ്കര ഓർമ്മയാ ആദാമിന് ഭയങ്കര. ഈ പേര് ആവർത്തിച്ചോ? പുലി എന്നുള്ള പേര് വേറെ ആർക്കില്ല. ഈ പുലിയേം പൂച്ചയും കണ്ടാൽ ഒരുപോലെ ഇരിക്കും. പുലിയേം പൂച്ചയും കണ്ടാൽ ഒരുപോലെ ഇരിക്കത്തില്ല. ശരി, ആദം ജനിച്ചപ്പോ ആദമിന് എത്ര വയസ്സുണ്ടായിരുന്നു? ആദം കല്യാണം കഴിക്കാൻ യുവാവാ അല്ലേ? ആദം കുഞ്ഞല്ല. ആണോ? ആദം കൊച്ചാന്നോ? അല്ല. എന്നോട് കഴിഞ്ഞ ദിവസം ചോദിച്ച ആദമിന് പുക്കളുണ്ടായിരുന്നു. ആദമിന് കറക്റ്റല്ലേ? ആദമിന് ഈ ചിന്തിക്കുന്നവർക്ക് ഇത് മനസ്സിലാവുള്ളൂ. അമ്മയുടെ ഉദരത്തിൽ നിന്നല്ലേ പുക്കളുണ്ടാവുന്നേ. നിങ്ങളതൊന്നും ചിന്തിച്ചിട്ടില്ല. നിങ്ങളിത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഞാൻ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്നതാണ്. ചർച്ചയ്ക്ക് ചെല്ലുമ്പോൾ എന്നൊക്കെ ചോദ്യം വന്നേ. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയ്ക്ക് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, യേശു ദൈവമാണെങ്കിൽ യേശുവിന് വിശന്ന എന്താ? യേശുവിന് യേശു ദൈവമാണോ? ദൈവത്തിന് വിശക്കുവോ? ദൈവത്തിന് വിശക്കുവോ? പ്രശ്നമില്ലേ? ദൈവത്തിന് വിശക്കുവോ? ഇനി യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. അച്ഛാ, യഹൂദന്മാരെ പേടിച്ച് കഥകളച്ചിരിക്കുകയായിരുന്നു. കഥക തുറക്കാതെ അകത്തേക്ക് കയറിയ സർവവല്ലഭനായ എന്റെ ദൈവം. കൈ ഉയർത്തിയോ? രാമൻ പറയാ.
നിങ്ങൾക്കറിയണ്ടേ, 33 വയസ്സുള്ള നല്ല ആരോഗ്യ ദൃഢഗാത്രനായ അലക്സാണ്ടർ ഗ്രേറ്റ് എന്ന് പറയുന്ന ഏറ്റവും മഹാനായ മനുഷ്യൻ ഏറ്റവും അവസാനത്തെ മണിക്കൂറുകൾ ജീവിതത്തിന് വേണ്ടി കുറിച്ചു നിൽക്കുമ്പോൾ ആ മനുഷ്യൻ കൊട്ടാരം വൈദ്യന്മാരെ വരുത്തി ഡോക്ടർമാരോട് പറഞ്ഞു, കേണപേക്ഷിക്കുക, എനിക്കൊന്ന് ആയുസ് നീട്ടിത്തരണം. അവര് തിരിച്ചു പറഞ്ഞു, നിങ്ങളെ ആയുസ് നീട്ടാൻ പറ്റുകയില്ല. ആയുസിനൊരു ഉടമസ്ഥനുണ്ട്, ആ ഉടമസ്ഥന്റെ പേരാണ് ദൈവം. നിങ്ങള് ഇതേ സമയത്ത് 33 വയസ്സുള്ള വേറൊരു മനുഷ്യനുണ്ട്, യേശു. കൊല്ലാൻ വേണ്ടി ആണി അടിച്ചപ്പോ കൈകൂപ്പിയില്ല. അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, മേലിൽ നിന്ന് അധികാരം ലഭിച്ചിട്ടല്ലാതെ നിനക്ക് എൻ്റെ മേൽ അധികാരമില്ല. ഇത് കേൾക്കുന്നുണ്ടോ? രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തിട്ട് ഞാൻ പറയുക, ഇന്ന് രാവിലെ ഒരു ദൂത് കേട്ടോണം. നിന്റെ മേൽ ഒരു ശത്രുവിനും അധികാരമില്ല, ഒരു മന്ത്രവാദിക്കും അധികാരമില്ല, ഒരു ആഭിചാരകനും അധികാരമില്ല, ഒരു ദുർശക്തിക്കും അധികാരമില്ല. കൈ ഉയർത്തി ഒരാമേൻ പറഞ്ഞേര്. ഞങ്ങൾ മിനിങ്ങാന്നില്ല സുരേഷ് മാസ്റ്ററെ, മിനിങ്ങാന്ന് ഞങ്ങൾ പല വീടുകളിൽ പോയതിന് ഏറ്റവും അവസാനം ഒരു വീട്ടിൽ പോയി. ആ വീടിൻ്റെ മണ്ട കപ്പൽ പോലെ ഇരിക്കുമല്ലേ. എനിക്ക് ആ വീടാണെന്ന് ഓർമ്മയില്ല. ഞാൻ 3 വർഷം മുൻപ് ആ വീട്ടിൽ കല്ലിടാൻ പോയതാ. ആ സ്ഥലത്ത് അവരെന്നെ കൊണ്ടുവന്ന് 2 സ്ഥലം കാണിച്ചു തന്നു. ഈ സ്ഥലവും മറ്റൊരു സ്ഥലവും കാണിച്ചു. അവർ ഓർത്തഡോക്സുകാർ. ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇവിടെ വീട് വെക്കാം. ഇനി നിങ്ങൾക്ക് ബാക്കി കേൾക്കണ്ടേ? അത് നോക്കിക്കാൻ വന്നവരും മന്ത്രവാദികളും സകല ആളുകളും പറഞ്ഞു, ആ വീട് തീരത്തില്ല, അവിടെ വരുത്തുപോക്കുണ്ട്. എനിക്കും അറിയാം വരുത്തുപോക്കുണ്ടെന്ന്. പക്ഷെ എൻ്റെ മേലുള്ള അഭിഷേകം ഏത് വരുത്തുപോക്കും പിടിച്ചു നിർത്താൻ കെപ്പുള്ളൊരു ദൈവശക്തി എൻ്റെ അകത്തുണ്ടെന്ന് ഇന്ന് രാവിലെ എനിക്ക് ഉറപ്പുണ്ട്. കൈ ഉയർത്തിയൊരാമീം. അവിടെ വന്ന് നോക്കിക്കാൻ വന്ന ആളുകൾ പറഞ്ഞു, നിങ്ങൾക്കറിയോ, അവിടുത്തെ അപ്പച്ചൻ അതിന്റെ മുമ്പിൽ ബസ് ഇടിച്ചു മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ അനുജന് ഇടിവെച്ചു മരിച്ചുപോയി. ആ സ്ഥലത്ത് വീട് കൊക്കാൻ കൊള്ളത്തില്ലെന്ന് എനിക്കും അറിയാം. ആമേൻ പറ. ഞാൻ അവരോട് ഇങ്ങനെ തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു വരുത്തുപോക്കുണ്ട്, പക്ഷേ ഇന്ന് ഞാൻ അതിനെ പിടിച്ചു കെട്ടിട്ട് പോകാൻ പോവാ. കൈയൊന്ന് ഉയർത്തി ഒരാമേൻ പറഞ്ഞേരാ. പ്രിയരെ, ഇതൊന്നും വാചകമടിച്ച് ചുമ്മാ പറയുമല്ല. ചില ആളുകൾക്ക് ഇന്ന് ആത്മീക ലോകത്തിന്റെ ഏറ്റവും അടുത്തൊരു പ്രശ്നം, അവര് ഫേം ആകാനും പൈസയ്ക്കും വേണ്ടി ആളുകൾ അവരെ വിൽക്കുക. രാമയും പറ. നമുക്കിതെല്ലാം നമ്മുടെ മക്കൾക്ക് നിൽക്കണം വേണ്ടേ? അതോ ഈ തലമുറ മതിയോ? പോരാ, നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം വേണ്ടേ? ഞങ്ങളുടെ അമ്മാമ്മ, റൂബിയുടെ അമ്മ ഇല്ലയോ അമ്മാമ്മേ? വീടിന്റെ ഹൗസ് വാമിങ് കഴിഞ്ഞു. ഒന്ന് എഴുന്നേറ്റ് കാണട്ടെ. എൻ്റെ അടുത്ത് വരുമ്പോ കടം കയറി നശിച്ച് മോള് മിണ്ടിയിട്ട് 4 വർഷമായി. സ്വന്തം മോള്, ആണും പെണ്ണുമായിട്ട് ഒറ്റ മോളേ ഉള്ളൂ. മോള് മിണ്ടിയിട്ട് 4 വർഷമായി. മോൾ എവിടാന്ന് അമ്മയ്ക്ക് അറിയത്തില്ല. അങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നത്. ഞാൻ ദൂത് പറഞ്ഞു, ഇന്ന് തൊട്ട് ഒരാഴ്ചക്കകത്ത് അമ്മാമ്മയുടെ മോള് വിളിക്കും. അത് കഴിഞ്ഞ് 2 ആഴ്ച കൂടെ കഴിഞ്ഞിട്ട് അമ്മാമ്മയുടെ മോള് വരും. അവളെ ലോഹിമിയിൽ ആരാധനയ്ക്ക് വരും. അമ്മാമ്മയ്ക്ക് ദൈവം ഒരു മനോഹര വീട് തരും. അമ്മാമ്മ എൻ്റെ കയ്യെ പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ മോൾ എൻ്റെ നമ്പർ മറന്നുപോയി, എന്നെ വിളിച്ചിട്ടില്ല. ആണും പെണ്ണുമായിട്ട് ഒറ്റ മോളാ ഉള്ളേ. കേൾക്കണ്ടേ ബാക്കി? പറഞ്ഞതിൻ്റെ 7ാമത്തെ ദിവസം മോള് വിളിച്ചു. 14 ദിവസത്തിനകത്ത് മോള് നാട്ടി വന്നു. അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് ക്ഷമ പറഞ്ഞ, അമ്മേ, ഞാൻ ഇനി ഒരിക്കലും അമ്മയെ അപ്പനെ വിട്ടുപോകത്തില്ല. ഞങ്ങൾ ആ നാട്ടിൽ വീട് വെച്ചു. ഇപ്പം നാട്ടുകാർക്കൊക്കെ അസൂയ. ഇപ്പം മിണ്ടുന്നവരൊന്നും മിണ്ടുന്നില്ല. ഇരിക്കമ്മാമേ, എല്ലാവരും ഇപ്പം ബന്ധക്കാരൊന്നും മിണ്ടുന്നില്ല. എല്ലാവരും പറയുന്നേ, ഇപ്പം അവള് പ്രാർത്ഥിക്കാൻ പോയി അമേരിക്കയിൽ നിന്ന് വരുമാനം ഉണ്ടെന്നാ. പ്രാർത്ഥിക്കാൻ പോയി. സത്യമായിട്ട് ഞാൻ പറയാം, എനിക്കിന്ന് വരെ വ്യക്തിപരമായൊരു സായിപ്പുമായിട്ടും ബന്ധമില്ല. പക്ഷെ സായിപ്പിനെ സൃഷ്ടിച്ച യേശുവുമായിട്ട് ബന്ധമുണ്ട്. കൈ ഉയർത്തി ഒരാമയും പറഞ്ഞത് ഇന്ന് വരെ സത്യമായിട്ടും പറയുക, ഒരു സായിപ്പുമായിട്ടും വ്യക്തിപരമായിട്ട് ബന്ധമില്ല. സത്യമായിട്ടും ഒരു സായിപ്പുമായിട്ടും ബന്ധമില്ല. പക്ഷെ സായിപ്പിനെ സൃഷ്ടിച്ച യേശുവിനെ എനിക്ക് പരിചയമുണ്ട്. ദൈവാസനെ, ആ ദൈവത്തെ എനിക്ക് പരിചയമുണ്ട്. ആ ദൈവത്തെ ഇനി എനിക്കിന്ന് വരെ ഒരു സായിപ്പ് ഈ എലോഹിമി സ്പോൺസേഴ്സ് വല്ലതും ഉണ്ടോ? ഇല്ലെന്ന്.
8 ലക്ഷം രൂപ വേണം ഒരു മാസം റൺ ചെയ്യാൻ. 8 ലക്ഷം രൂപ വേണം. ഈ ശമ്പളം കൊടുത്ത് വാടകയും കൊടുത്ത് എല്ലാം കൂടെ അവിടെ തന്നെ 1,40,000 രൂപ ഇപ്പോൾ കൊടുക്കുന്നേ. കറണ്ട് ചാർജ് 60,000 രൂപ ഒരു മാസം. നിങ്ങൾ ചുമ്മാ ഒന്ന് ആലോചിച്ചു. ഒരു സ്ഥലത്തെ കാര്യമാണ് പറഞ്ഞേ. എല്ലാം വലിയ വലിയ നഗരങ്ങളിൽ ഇങ്ങനെ മീറ്റിംഗ് നടത്തുക. അപ്പം എങ്ങനെ നടക്കും? ചിലപ്പം ഞാനും മനസ്സിൽ വിചാരിക്കും, ദൈവം എങ്ങനെ നടക്കുന്ന കരുണയാണ്. പിന്നെ ഇപ്പോഴത്തെ എൻ്റെ ഒരു പ്രത്യേക സന്തോഷമാണ്, ഇതുപോലെ എല്ലായിടത്തും ഓരോ ഹോളൊക്കെ ഉണ്ടാക്കിയാൽ വാടകയ്ക്കും കൊടുക്കാൻ നമുക്ക് ആരാധിക്കുകയും ചെയ്യാം. നിങ്ങളുടെ രാമയും പറ. പെന്തിക്കോസുകാർക്ക് ഇങ്ങനെ കാഴ്ചപ്പാടത്. എനിക്കാണെങ്കിൽ സ്വപ്നമേ ഉള്ളൂ സത്യമായിട്ട്. ഇത് കണ്ടപ്പോൾ എനിക്കൊരു കൊതി, കർത്താവേ ഇതുപോലെ വ്യാപാര ഭവനെന്നോ അല്ലാതെ എന്തെങ്കിലും ഭവനെന്ന് പേരിട്ട് ഒരെണ്ണങ്ങ് പണിയുക. പണിതാൽ കിടക്കട്ടെ, നമ്മുടെ പിള്ളേർക്ക് ആരാധിക്കാമല്ലോ. നമ്മളിപ്പോൾ എല്ലാം വാടകയ്ക്ക് ആരാധിക്കുമല്ലേ, പിള്ളേർ ആരാധിക്കട്ടെ. അങ്ങനെയൊക്കെ പണ്ട് നമ്മുടെ അപ്പച്ചന്മാർക്ക് സ്വപ്നം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊന്നും ഇങ്ങനെ വഴിയാധാര ജീവികളെ പോലെ നടക്കുകയല്ല. ആർക്കും എല്ലാവർക്കും അവനവൻ്റെ കാര്യമാണ്. ഇവിടെ കിട്ടത്തില്ലേ, അപ്പുറത്ത് പോയി കൈ ഉയർത്തി ഒരു ആമയും പറ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ട്, ശക്തിയോടെ അല്ലലിയ പറഞ്ഞേര്. ഇനിയും ബാക്കി കേട്ട് നിങ്ങൾ 12-ാം അധ്യായത്തിൽ പത്രോസിനെ പിടിച്ച് ജയിലിലിട്ടു. എവിടെ ഇട്ടു? അവന്മാർ വിചാരിച്ച് അങ്ങനെയാലും ശല്യം തീരുമെന്നാ. ജയിലിൽ പിടിച്ചിട്ടാൽ ഒരു ദൂത് കേൾക്കണം, പ്രാർത്ഥിക്കുന്നവനെ ജയിലിലിട്ടാൽ ശല്യം തീരത്തില്ല, ശല്യം തുടങ്ങത്തേ ഉള്ളൂ. ആ വാക്കൊന്നുകൂടെ പറയാം, കേട്ടോണം. പ്രാർത്ഥിക്കുന്നവനെ പിടിച്ച് ജയിലിലിട്ടാൽ ശല്യം തീരത്തില്ല, ശല്യം തുടങ്ങത്തേ ഉള്ളൂ. അതന്നെ അവൻ ഈ കഥകും തുറന്നിങ്ങി ഇറങ്ങി വരും. ഒരാമയും പറ. ഇന്ന് രാവിലെ തൂത് കേട്ടോണം, നിന്നെ അടച്ചതല്ല, ഇന്ന് രാവിലെ നീ തുറന്നിങ്ങി ഇറങ്ങി വരാൻ പോവാ. നിന്റെ കുടുംബത്തെ അടച്ചതല്ല ശത്രുവും മന്ത്രവാദിയും ആഭിചാരകനോ. വോളണ്ടിയേഴ്സ് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനോട് പറയുക, ചില ആളുകളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകാൻ പോകുക. ശത്രു അടച്ചു വെച്ചതല്ല, ഇന്ന് രാവിലെ നീ തുറന്നിറങ്ങി വരാൻ പോകുക. ശത്രു അടച്ചു വെച്ചതല്ല, ഇന്ന് രാവിലത്തെ ആരാധനയിൽ നീ തുറന്നിറങ്ങി വരാൻ പോകുക. ശത്രു അടച്ചു വെച്ചതെല്ലാം കരമടിച്ച് 2-3 മിനിറ്റുകൾ ദൈവത്തിന് നന്ദി പറയാൻ പറ്റുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളും കൂടെ പ്രാർത്ഥിച്ചോ. ഈ രാവിലെ കർത്താവ് എന്നോട് പറയുക, ശത്രു അടച്ചു വെച്ചതല്ല, ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ നീ തുറന്ന് ഇറങ്ങി വരാൻ പോകുക. ശത്രു അടച്ചു വെച്ചതല്ല, ഇന്ന് രാവിലെ നീ തുറന്ന് ഇറങ്ങി വരാൻ പോകുക. മന്ത്രവാദി അടച്ചതല്ല, ആഭിചാരകൻ അടച്ചതല്ല, കള്ളപ്പിശാച് അടച്ചതല്ല, ഇന്ന് രാവിലെ നീ തുറന്നിറങ്ങി വരാൻ പോകുക. അതിന് നിന്റെ മേലൊരു അധികാരം, നിന്റെ മേലൊരു ദൈവത്തിന്റെ കൃപ. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആര്? അമ്മയാണോ? അമ്മേ, ഈ മോൻ മരിച്ചു പോകേണ്ടിയായിരുന്നു, ദൈവം ആയുസ് നീട്ടിത്തന്ന. എന്നോട് പരിശുദ്ധാത്മാവ് പറയുക, ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ ഈ മോൻ്റെ അവസ്ഥകൾ മാറാൻ പോവാ. ഇവൻ ലൈഫിൽ എങ്ങും എത്തിയിട്ടില്ല. ഇവൻ്റെ ജീവിതത്തിനകത്ത് പ്രതിസന്ധികളാ. ഈ രാവിലത്തെ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെ ഉടച്ചു കളയാൻ വേണ്ടി, സുരേഷ് പാസ്റ്ററെ ഇവനെ ഒന്ന് പിടിച്ചോണം. ഇവൻ്റെ മേൽ ഭയങ്കര ശക്തി വ്യാപരിക്കാൻ വേണ്ടി പോവാ. സഭയൊന്ന് കൈയടിച്ച് ആദരവൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന അവനെ നിന്നെ ഞാൻ ആദ്യം കണ്ടേ. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ രക്ഷപ്പെടും. നിന്റെ പെറ്റതള്ള നിനക്ക് വേണ്ടി ഭയങ്കര സങ്കടത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്തിനാ അമ്മ പ്രാർത്ഥിക്കുന്നതെന്നറിയാ? നിനക്കൊരു ഭാവി ഉണ്ടാകണം, നീ ഒന്ന് ജീവിച്ച് കാണണം. ഇതാ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ദൈവത്തിൻ്റെ ആത്മാവ് മോനെ, ഒരെത്ര വർഷമായിട്ട് നിനക്ക് ഈ കണ്ണിന് കാഴ്ചയുടെ പ്രശ്നമുണ്ട്? ഒരുപാട് വർഷമായി. ഏകദേശം എത്ര വർഷമായി അമ്മേ? ജനിച്ചപ്പോൾ തൊട്ട് ഈ പ്രശ്നമുള്ള. എടാ കൊച്ചേ, ഇന്ന് നീ സൗഖ്യമാവും. യേശു നിന്നെ സൗഖ്യമാക്കും. നിനക്കിപ്പോൾ 39 വയസ്സാണ്. കല്യാണം കഴിച്ചോ? കെട്ടുന്നോ? പെണ്ണ് കിട്ടുന്നില്ല.
ഞാൻ ദൂത് പറയട്ടെ, നിന്റെ വിവാഹം നടക്കാൻ പോവാ. ഇതിൻ്റെ എല്ലാം പുറകിൽ ഒരു കാരണമുണ്ട്. കാരണം ഞാൻ പറയാം. ഞാൻ കണ്ട വെളിപ്പാട് ഇങ്ങനെ. എടാ, നിനക്ക് അപ്പനെ ഓർമ്മയുണ്ടോ? എത്ര വയസ്സ് വരെ നീ അപ്പനെ കണ്ടു? 6 വയസ്സ് വരെ. 6ാമത്തെ വയസ്സിൽ അപ്പൻ്റെ ഡെഡ് ബോഡിയാണ് വീട്ടിൽ കാണുന്നത്. ഒരു ദുർമരണമാണ്. അതിൻ്റെ പിൻപിൽ ഒരു കാര്യമുണ്ട്. അതെന്നാന്ന് നിങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമായിട്ട് അറിയത്തില്ല. പക്ഷെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാൾ ഇന്ന് രാവിലെ യോഗത്തിൽ വന്നിട്ടുണ്ട്. ആളിൻ്റെ പേര് യേശു എന്നാണ്. സഭയൊന്ന് കൈയടിച്ച് കർത്താവിന്. കൊച്ചേ, ഞാൻ ഇന്ന് രാവിലത്തെ ആരാധന നിന്നോട് പറയുക, നീ സൗഖ്യമാവും. നിന്റെ മേലൊരു ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകും. നീ ഒരു അത്ഭുതമായിട്ട് മാറും. എല്ലാവരും ഒന്ന് കൈയടിച്ച് കർത്താവിന് ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാ ആളുകളും യേശുവേ എന്ന് വിളിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തൊന്ന് പ്രാർത്ഥിച്ച്. അർമ്മമന ഹടകനക സന്ധര വൈഡപ്രബൽ ഖമനഘടക. അമ്മച്ചി ഒരുപാട് കരഞ്ഞയാളാ. പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ കാണുന്നത്. എന്നിട്ട് കർത്താവ് എന്നോട് പറയുക, അമ്മച്ചി അന്ന് ദൈവത്തോട് ചോദിച്ചു, കർത്താവ് എൻ്റെ പിള്ളാരെയും കൊണ്ട് ഞാൻ എന്നാ ചെയ്യും? അമ്മച്ചി ഇന്ന് രാവിലെ നിങ്ങളുടെ കറ്റാനത്തെ വീട്ടിൽ യേശു ഇറങ്ങി വരും. ആ വീട്ടിൽ ഈ കുഞ്ഞിൻ്റെ 6 വയസ്സ് മുതലുള്ള ശാപത്തിന്റെ സകല ശക്തികളെയും എൻ്റെ ദൈവം ഇന്ന് രാവിലെ പൊട്ടിച്ചു കളയാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ച് ഈ വീട് രക്ഷപ്പെടാതിരിക്കാൻ ഇവർക്കെതിരെ കെട്ടിവെച്ച ആധിപത്യ ശക്തികൾ ഈ വീട്ടിൽ നിന്ന് രാവിലെ പൊട്ടിമാറാൻ പോവാ. ഹർമ്മമന ഘടക ശതന ഘടക യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മജി ഇവന്റെ വിവാഹം നടക്കും. ഇവൻ അത്ഭുതമായി മാറും. എടാ മോനെ, 39നും 40 വയസ്സിനും ഇടയ്ക്ക്, നിനക്ക് 39 വയസ്സുണ്ട്, 40 വയസ്സിനും ഇടയ്ക്ക് നിങ്ങളുടെ അവിടുന്ന് പടിഞ്ഞാട്ടൂന്ന് മാറി ഒരു കല്യാണോചന നിന്റെ വീട്ടിൽ വരും. അത് നിന്റെ കുടുംബത്തിൽ ഉറപ്പിക്കും. ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ വീട്ടിലുണ്ടാകും. അമ്മച്ചിയെ, അമ്മച്ചിക്ക് ആകെ 2 കൊച്ചുമക്കൾ. കൊച്ചുമക്കളുടെ പേര് പറ. ആൻമേരി, ആൻഡ്രിയ. ഒരാൾ സംസാരിക്കില്ല നല്ലതായിട്ട്, ഇല്ല. മറ്റേയാൾക്ക് വയ്യ. മോക്ക് ഭയങ്കര സങ്കട. മോള് ദൈവത്തോട് ചോദിക്കും, കർത്താവേ ഇതെൻ്റെ വീട്ടിൽ നിന്ന് വന്ന ശാപമാണോ എന്ന് ചോദിക്കും. കർത്താവ് എന്നോട് പറയുക, ആ 2 മക്കളും ഇന്ന് വിടുവിക്കപ്പെടാൻ പോവാ. നിങ്ങളൊന്ന് കൈയടിച്ച് ആദരവൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന സകല ആളുകളും അല്പമിനിറ്റുകൾ അധരങ്ങൾ തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന സകല ആളുകളും യേശുവേ എന്നൊന്ന് വിളിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. ഇവരുടെ കുടുംബത്തിനകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടാകാൻ പോകുകയാ. ഈ ചെറുപ്പക്കാരൻ ഇന്ന് ആള് മാറാൻ പോവാ. അവന്റെ സഹോദരിയുടെ മക്കളൊക്കെ ഇന്ന് രാവിലെ വിടുവിക്കപ്പെടാൻ പോവാ. അർമ്മമാനബലഘടഘടക സന്തര. മച്ചി 31 വർഷത്തിന് മുൻപ് നിങ്ങളുടെ വീടിനിട്ട് ഒരാൾ പണിത പണിയാണ്. ഇത് അന്യാധീനപ്പെട്ടു പോകാനാണ്. ഇത് ഇവന്റെ പേരിലായി ഇപ്പൊ കിടക്കുന്നത്. ഈ സാധനം അന്യാധീനപ്പെട്ടു പോകണം. ഇതിനെ കെട്ടിയ കെട്ട ഇന്ന് തുടങ്ങിയല്ല, 31 നിന്റെ അപ്പൻ മരിച്ച് വീട്ടിൽ വരുന്നില്ലേ, ആ സമയത്ത് തുടങ്ങിയ തുടക്കമായത്. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ ദൈവം ആ കെട്ടു വീട്ടിൽ നിന്നെടുത്ത് കളയും. എന്നിട്ട് നിന്റെ കുടുംബത്തിനകത്ത് ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം തരാൻ പോവാ. സഭയൊന്ന് കൈയടിക്കാൻ പറ്റുമെങ്കിൽ കരമൊന്നടിച്ച് ദൈവത്തിന് ഉറച്ചൊരാമീൻ പറയാൻ പറ്റുന്ന എല്ലാ ആളുകളും യേശുവേ എന്നൊന്ന് വിളിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത് ഇതൊരു ജയത്തിന്റെ രാവിലെയായി മാറുക. ഇതൊരു അത്ഭുതത്തിന്റെ രാവിലെയായി മാറുക. ഈ കുഞ്ഞുങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് രാവിലെ അവരുടെ മേൽ ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ കൃപയും അവരുടെ മീതെ ഈ രാവിലെ വ്യാപരിച്ചു വരാൻ പോകുകയാ. സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന്
റീമാന ഹൽമമാന ബൽപ്രഭന അർദ്ധമന ഘടകസ്യ. ഇവിടെ ശത്രുത്വമാടാ ശരിക്കും. പക്ഷെ എന്നാലും ദൈവം എന്നോട് പറയുക, നിനക്ക് കല്യാണം നടക്കാത്തതുകൊണ്ട് ഭയങ്കര സങ്കടമല്ലേ? നിന്നെക്കാ വലിയ സങ്കടം നിന്റെ അമ്മയ്ക്ക്. അമ്മ എത്രാമത്തെ വയസ്സിലാണ് വിധവയായേ? എന്തായാലും ഒരു 36 വർഷം മുമ്പാ. അമ്മച്ചിക്ക് അറിയത്തില്ല എത്രാമത്തെ വയസ്സിലാണ്. സൗഖ്യമാവത്തില്ലയോ? ആവോ? എന്നാ എഴുന്നേറ്റോ, നിനക്ക് അപ്പടി വയ്യ. പോയിരുന്നോ അമ്മച്ചി? കൂടെ ആരുണ്ട്? നീ അടി തൊട്ട് മുടി വരെ പ്രതിസന്ധിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. വീടിനെ കുറിച്ച് നിനക്കൊരു സങ്കടമുണ്ട്. ഇന്ന് രാവിലെ തിരിച്ചു നിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ നിന്റെ വീട് ഒരു അത്ഭുതമായി മാറാൻ പോവാ. നീ കരഞ്ഞുകൊണ്ട് വന്ന വിഷയത്തിനകത്ത് എൻ്റെ ദൈവം നിനക്ക് മറുപടി തരാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന സകല ആളുകളും അല്പമിനിറ്റുകൾ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത് യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സകല ആളുകളും യേശുവേ എന്നൊന്ന് വിളിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിയേ. അർമ്മമനഘടക ശതനഘടക അർമ്മമാനവപ്രബലഘടകസ്യ. ഈ രാവിലെ നിന്റെ മീതെ ഒരു ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുകയാ. സഭയൊന്ന് അല്പ മിനിറ്റുകളൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ആ കരമടിച്ച് അന്യഭാഷ പറഞ്ഞ് ഒരു ദൈവത്തിന്റെ സാന്നിധ്യം, ഒരു കൃപ ഇന്ന് രാവിലെ ഒന്ന് വെളിപ്പെട്ടു വരാൻ, ഒന്ന് ആദരം തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാവരും അല്പ മിനിറ്റുകളൊന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് കർത്താവിനോട് പറയുക, അവന്റെ അത്ഭുതത്തിന്റെ കരം ഇന്ന് രാവിലെ നമുക്ക് വേണ്ടി വ്യാപരിക്കുക. 2 കാര്യങ്ങൾ ഇന്ന് രാവിലെ നിങ്ങളുടെ വീട്ടിൽ നടക്കും. ഈ ഭീമമായി നിൽക്കുന്ന പ്രതിസന്ധി നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറിപ്പോ. നമ്മളെല്ലാ ദിവസവും ദൈവത്തോട് ചോദിക്കും ഇതെങ്ങനെയാ മാറുന്നതെന്ന്. അതിന് ആദ്യമായിട്ട് വന്നാണോ ഇവിടെ? ആണ്. നമ്മൾ തമ്മിൽ ആദ്യം കാണുമോ? ആ, നമ്മൾ തമ്മിൽ ആദ്യം കാണുമോ അല്ലേ? കൈയൊക്കെ ഒരു ആമയും പറഞ്ഞു. അതുകൊണ്ട് എന്നോട് കർത്താവ് പറയുക, ഒരു 3 മാസത്തിനപ്പുറത്ത് നിന്റെ വീട്ടിൽ ഒരു ദൈവപ്രവർത്തി ഉണ്ടാവും. നിന്റെ വീട് തകർന്നു പോകത്തില്ല. നിന്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം തരും. നിങ്ങളെ പകച്ചു നോക്കുന്ന ആളുകളുണ്ട്. അവരുടെ നടുവില് ഈ വീട് വെച്ചിട്ട് എത്ര കാലമായി? വീട് വെച്ചത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. മേശരിയായ നിങ്ങളുടെ ഭർത്താവ് ഈ വീട് വെക്കുമെന്ന് ആരും വിചാരിച്ചില്ല. നിങ്ങൾ ഇവിടം വരെ വരുമെന്ന്. ഇപ്പോഴത്തെ അവസ്ഥ എന്നാ കൊണ്ടുവന്നാലും ഒന്നുമില്ല. അപ്പിടി പ്രതിസന്ധിയാ. എന്നോട് പരിശുദ്ധാത്മാവ് പറയുക, ഇന്ന് രാവിലെ ആ പൈശാചിക സ്പിരിറ്റിനെ ദൈവം പൊട്ടിച്ചു കളയാൻ പോവാ. വീടിനകത്ത് പുതിയൊരു അധ്യായം എഴുതുന്നത് പോലെ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് രാവിലെ ദൈവം ചെയ്യാൻ വേണ്ടി പോകുകയാ. സഭയൊന്ന് കൈയടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. ഒരു കാര്യം കൂടെ ദൈവം എന്നോട് പറയുക, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് രാവിലെ ഉണ്ടായി വരുന്നത് പോലെ ഒരു ദൈവത്തിൻ്റെ കാര്യമുണ്ട്. ഒരു ചെറിയ കാര്യം വീടിനോട് ബന്ധപ്പെട്ട് കിടപ്പുണ്ട് കേട്ടോ. നിങ്ങളൊന്നും പ്രാർത്ഥിച്ചേ, ഞാൻ ആ കാര്യം ഒന്ന് പറയാം. മോനെ, നീ എന്നാ ചെയ്യുവാടാ? ഇങ്ങോട്ട് ഇറങ്ങി വാ. ചേച്ചി പോയിരുന്നു. എടാ, നീ യേശുവിന് വേണ്ടി നിൽക്കേണ്ട ആളാ. ഇപ്പം നിരാശയാ. അപ്പടി എത്ര വർഷം പാസ്റ്ററായി? ഇപ്പോഴും പാസ്റ്ററാ. തകർച്ചയാടാ എല്ലാം. സത്യം. നീ ഒരു പുതിയ കാര്യത്തിന് വേണ്ടി തുടങ്ങാൻ പോവാ. ദൈവം നിന്നെ ഓടിക്കാൻ പോവാ. നീ അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറാൻ പോവാ. നിന്റെ സ്വപ്നങ്ങൾ ഇന്ന് രാവിലെ പൂവണിയാൻ പോവാ. സുരേഷ് പാസ്റ്റർ ഇവനെ പിടിച്ചോണം. ഇവന്റെ മേൽ ഒരു മഹത്വം വ്യാപരിച്ചു വരിക. ആളു മാറുന്നത് പോലെ നീ ആളു മാറാൻ പോവാ. സഭയൊന്ന് കൈയടിക്കാൻ പറ്റുമെങ്കിൽ ഈ രാവിലെ ഒന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്നവർ ഇന്ന് രാവിലെ ആരാധനയിൽ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അടപ്രബല ഘടകന ഹന്തര ജഗന വേദമന ഘടക ശബ്ദനാദന. എന്നോട് പരിശുദ്ധാത്മാവ് പറയുക, നിനക്ക് ദൈവം വീട് വെച്ച് തരാൻ പോവാ.
നീ ഒരു ശക്തനായി മാറാൻ പോവാ. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, അവൻ നിന്നെ രാജ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് എടുത്തെറിയാൻ പോവാ. നീ അറിയപ്പെടുന്ന മേഖലയിൽ ദൈവരാജ്യത്തെ ശുശ്രൂഷിപ്പാൻ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവാ. ആളുകൾ അന്തിച്ചു പോകുന്ന പോലെ ഒരു മനോഹരമായ വീട് ഞാൻ കാണുക. അതൊരു പട്ടണത്തോട് ചേർന്ന് സഭയൊന്ന് കൈയടിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കൈയടിച്ച അഭിഷേക്, നിങ്ങളുടെ പേര് പറ. ഞാൻ നിങ്ങളോട് ദൂത് പറയാ, നിങ്ങൾ ഒരു രാജ്യത്തല്ല ഒരുപാട് രാജ്യങ്ങളിൽ പോകും. നിങ്ങൾക്ക് ദൈവം ഒരു പട്ടണത്തോട് ചേർന്ന് വീട് വെച്ച് തരും. എന്നെ നോക്ക്, നിങ്ങളെ ദൈവം ഭയങ്കരമായിട്ട് ഉപയോഗിക്കും. ഞാനിവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നിങ്ങളൊരു അഭിഷക്തനാണ്, ഒരു രാജ്യങ്ങളിൽ ശുശ്രൂഷിക്കേണ്ട ആളാ. അതാ നിങ്ങളുടെ മേലുള്ള വിളി. നിങ്ങളുടെ ഉള്ളിൽ ഒരു കാര്യത്തിന് നിങ്ങൾ ഞരങ്ങുന്നുണ്ട്. അതിന്റെ മറുപടിയാ ഞാൻ പറയുന്നത്. മോള്, കുഞ്ഞിന്റെ പേര് പറ. രൂത്തിനെ ദൈവം തന്ന, അവള് രൂത്ത, അവള് ദൈവരാജ്യത്തെ വഹിക്കും. നിങ്ങളുടെ മേലെ അസാധാരണ കഴിവാ കേട്ടോ. നിങ്ങൾ ഈ അറബി രാജ്യങ്ങളിൽ, സൗദി മാത്രമല്ല, സൗദിക്ക് വെളിയിൽ പോകാൻ പോവാ. രാമീമറ, അവിടെ നിങ്ങളെ മറ്റൊരു രാജ്യത്തെയും കൊണ്ടുപോകാൻ പോവാ. ഞാനിപ്പോ നിങ്ങളോടൊരു പ്രവചനം പറയുക. ഞാൻ സൗദി വരും, നിങ്ങളുടെ കാറെ കയറും, നിങ്ങളുടെ വീട്ടിൽ വരും, നിങ്ങൾ വലിയ അത്ഭുതമായിട്ട് മാറും. നമ്മൾ ആട്ടൂര് വീട് വെക്കും, ഒന്നിനു മുകളിൽ നിലയുള്ള വീട് വെക്കും, ആളുകൾ കണ്ട അമ്പരക്കും. ഇത് യഹോവയാ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിലോ ആശ്ചര്യമാകുന്നു എന്നതുപോലെ വീട് ദൈവം നിനക്ക് തരും. എന്നോട് ഒരു വാഗ്ദത്തം കൂടെ ദൈവം പറയുക, നിനക്ക് ശാശ്വത സമാധാനം ഉണ്ടാകും. അത് ഇന്ന് ദൈവം തുടങ്ങാൻ പോവാ. ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ. പിന്നെ ഒരു കാര്യം മറക്കല്ലേ, ശത്രുക്കൾ ഒത്തിരി പേരുണ്ട് കേട്ടോ. എല്ലാവരും ശത്രുക്കളാ. യേശു കൂടെ ഉണ്ട്. ആര് ശത്രുക്കളാണെങ്കിലും ദൈവമുണ്ട്. നിങ്ങൾ രാജ്യങ്ങളെ ശുശ്രൂഷിക്കും. നിങ്ങളുടെ കൊച്ചുണ്ടല്ലോ, അതിന് എത്ര വയസ്സുണ്ട്? 2 വയസ്സ്. കല്യാണം കണ്ട എത്ര വർഷമായി? ദൈവം എന്താ കുഞ്ഞ? ഒരാമി പറ. രൂത്ത് ദൈവത്തിൻ്റെയാ. അതാണ്ട് കുഞ്ഞു പ്രായത്തിൽ രൂത്ത് ഇൻസ്ട്രുമെന്റ് വായിക്കും. അവൾ ദൈവത്തെ പാടും. ദൈവത്തിന്റെ മഹത്വം അവിടെ നാവിന്മേലുണ്ടാകും. ഞാൻ ഇന്ന് രാവിലെ അങ്ങനെ വെളിപ്പാട് കാണുക. അതിനു വേണ്ടിയുള്ള സകല കാര്യങ്ങളും ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ എൻ്റെ ദൈവം സജ്ജമാക്കാൻ പോകുകയാ. സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന സകല ദൈവത്തിന്റെ മക്കളും കൂടെ അല്പമിനിറ്റുകൾ യേശുവേ എന്നൊന്ന് വിളിച്ച് നിങ്ങൾ കുടുംബമായിട്ട് ദൈവത്തെ സേവിക്കും കേട്ടോ. അമ്മയപ്പനുണ്ടോ? എത്ര നാളായി മരിച്ചു പോയിട്ട്? അമ്മ എത്ര നാളായി അമ്മ മരിച്ചിട്ട്? ശരിക്കും എന്നെ കണ്ടെന്നറിയാം. എന്നോട് ദൈവം പറഞ്ഞു, ഒരു സമയം തൊട്ട് നിങ്ങൾ അമ്മയില്ലാതെ വളർന്നത്, പക്ഷെ യേശു അമ്മയായിട്ട് കുടന്നു. നിന്നെ ചേർത്ത് പിടിച്ചത് അമ്മയായിട്ട് യേശു. ഒരു സ്ഥലത്തുനിന്ന് വരുന്നൊരു ശാപത്തിന്റെ ശക്തിയുണ്ട്. ഇത് പറയാൻ ഞാൻ ഇത്രയും നേരം വന്നേ. കർത്താവ് എന്നോട് പറയുന്നേ, ഇന്ന് രാവിലെ അത് പൊട്ടിപ്പോകും. അത് നിന്റെ മേലോ നിന്റെ തലമുറയുടെ മേലോ വരത്തില്ല. നീ ഒരു അത്ഭുതമാകും, അസാധാരണ. ഈ പപ്പ ഏത് ചർച്ചിലാണ് ശുശ്രൂഷിച്ചേ? അസംബ്ലീസ് ഓഫ് ഗോഡിൽ. എത്ര വർഷം പാസ്റ്ററായിരുന്നു? 35 വർഷം പാസ്റ്റായിരുന്നു. നിങ്ങൾ കൈയടിച്ചു രാമയും പറ. എടാ മോനെ, നീ ഈ പുസ്തകം കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി എടുക്കും. നീ ശക്തനായിട്ട് മാറും. നീ അറിയപ്പെടുന്ന ശുശ്രൂഷകനാവും. നിന്നെ ദൈവം ഉപയോഗിക്കും. ഭാര്യയോട് ഞാനിങ്ങനെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ രൂത്തിനെ യേശുവിന് കൊടുത്തോണം. യേശുവിന് കൊടുക്കണ്ട, യേശു തന്ന. രൂത്തിനെ ദൈവം തന്ന. അവളെ ശരിക്കും നിങ്ങളുടെ കരച്ചിൽ കൊണ്ട് നിന്നേക്കാൾ കൂടുതൽ നിന്റെ ഭാര്യയുടെ കരച്ചിൽ. അവള് ദൈവത്തോട് എനിക്ക് പറഞ്ഞു, കർത്താവേ നിന്നയാകുമോ എന്നാണ് ചോദിച്ചത്. എടാ മോനെ,
ഒരു രാജ്യം കൂടെ എടുത്തിക്കോ, ഒരു രാജ്യത്തൂടെ പോകും. അതിനുള്ള പരിപാടി ദൈവം തുടങ്ങാൻ പോവാ. പാസ്പോർട്ട് വിസ അടിക്കാൻ പോവാ. അടുത്ത പരിപാടി ദൈവം തുടങ്ങാൻ പോവാ. നിങ്ങളെ കൈയടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന ആളുകളെ 2 കരങ്ങളും അടിച്ച് 2-3 മിനിറ്റ് ആരാധനയ്ക്ക് യോഗ്യനായവനെ, ആരിലും ഉന്നതനായവനെ, ആരാധനയ്ക്ക് യോഗ്യനായവനെ, ആരിലും ഉന്നതനായവനെ, സാറാബുകൾ നിത്യം വാഴ്ത്തിടുന്ന പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെ, സാറാബുകൾ നിത്യം വാഴ്ത്തിടുന്ന പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെ, യേശുവേ മരണത്തെ ജയിച്ചവനെ, യേശുവേ മഹിമയിൽ വാഴുന്നവനെ, യേശുവേ മരണത്തെ ജയിച്ചവനെ, യേശുവേ മഹിമയിൽ വാഴുന്നവനെ, സർവനാമത്തിനുമേലായ നാമമേ, സർവമുഴക്കാലും മടങ്ങുന്ന നാമമേ, സർവനാമത്തിനുമേലായ നാമമേ, ഒരിക്കൽ കൂടി സർവനാമത്തിനു മേലായ നാമമേ, സർവനാമത്തിനു മേലായ നാമമേ, സർവമുഴക്കാലും മടങ്ങുന്ന നാമമേ, ഭാരത്തു പൊൻകച്ചയടിഞ്ഞവനേ, അഗ്നിജ്വാലയത്തെ കണ്ണുള്ളവനേ, ഭാരത്ത് പൊൻകച്ചയടിഞ്ഞവനേ, അഗ്നിജ്വാലയത്തെ കണ്ണുള്ളവനേ, പെരുവെള്ളമീരച്ചപ്പോൾ ശബ്ദമുള്ളോനെ, സൂര്യനെ പോൽ മുഖശോഭയുള്ളോനെ, പെരുവെള്ളമീരച്ചപ്പോൾ ശബ്ദമുള്ളോനെ, സൂര്യനെ പോൽ മുഖശോഭയുള്ളോനെ, യേശുവേ മരണത്തെ ജയിച്ചവനെ, യേശുവേ മഹിമയിൽ വാഴുന്നവനെ, യേശുവേ മരണത്തെ ജയിച്ചവനെ, യേശുവേ മഹിമയിൽ വാഴുന്നവനെ, സർവനാമത്തിനുമേലായ നാമമേ, സർവമുഴക്കാലും മടങ്ങുന്ന നാമമേ, സർവനാമത്തിനുമേലായ നാമമേ, സർവമുഴക്കാലും യേശു ഇവിടെ വെളിപ്പെടട്ടെ. 7 നക്ഷത്രം വല കൈ പിടിച്ച് കയ്യിലുള്ളോനെ, 7 നക്ഷത്രം വല കൈ പിടിച്ച് ദാവീദിൻ താക്കോൽ കയ്യിലുള്ളോനെ, നീ അടച്ചാലത് തുറക്കുവതാര്, നീ തുറന്നാലത് അടയ്ക്കുവതാ, നീ അടച്ചാലത് തുറക്കുവതാര്, നീ തുറന്നാലത് അടയ്ക്കുവതാര്, യേശുവേ മരണത്തെ ശക്തിയോടെ ആരാധിച്ചാട്ടെ, യേശുവേ മഹിമയിൽ വാഴുന്നവനെ, യേശുവേ മരണത്തെ ജയിച്ചവനെ, യേശുവേ മഹിമയിൽ വാഴുന്നവനെ, ഇമാമിനിക്കര സർവനാമത്തിനുമേലായ നാമമേ, സർവമുഴങ്ങാലും മടങ്ങുന്ന നാമമേ, സർവനാമത്തിനുമേലായ നാമമേ, സർവമുഴങ്ങാലും മടങ്ങുന്ന നാമമേ, സർവനാമത്തിനുമേലായ ഓ ശഖാരാധനേ സർവനാമത്തിനുമേലായ നാമമേ, സർവമുഴങ്ങാലും മടങ്ങുന്ന നാമമേ, സർവനാമത്തിനുമേലായ നാമമേ, സർവമുഴങ്ങാലും മടങ്ങുന്ന നാമമേ, ഓ അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, ഓ ശഖാരേ ഓരേ ഭാരാരാ ശബ്ദരേ, ഓ അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ ഇനി ആത്മാവിൽ അക്കരമടിച്ച് അസ്ഥിയുടെ താഴ്വരയിൽ
ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അപ്പാ അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിക്കുവാൻ. ഓ കർമ്മേലിയിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ഓ ആഹാബ് വിറച്ച പോലെ, ഓ ശകാരരെ ഈ പട്ടണങ്ങൾ ആഹാബുകൾ വിറക്കട്ടെ. ഇപ്പോൾ ദൈവജനത്തിന്റെ ശക്തമേറിയ ആരാധനയിൽ ഏലിയാവിന്റെ യാഗത്തിൽ തീയിറങ്ങി പാല് തകർന്നതുപോലെ, അശേരകൾ തകർന്നതുപോലെ, ആഹാബ് വിറച്ച പോലെ, ഈസബേൽ ഭയന്ന് കോപാകുലയായി ഓടിയതുപോലെ ഈ പട്ടണത്തിന് മേലുള്ള സകല പൈശാചിക വാഴ്ചകളും അധികാരങ്ങളും തകർന്ന ഈ പട്ടണത്തിന് മേൽ ഏലിയാവിന്റെ ദൈവം ഈ പട്ടണത്തിൽ വാഴട്ടെ. കർമ്മേലിയിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ഓ ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. ഓ കർമ്മേലിയിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. അപ്പാ ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. ഓ സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഓ ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നിൽ നിറയ്ക്കണമേ. ഓ ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്മേൽ, ഓ ആ തീ എന്റെ മേൽ, ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്മേൽ നിറയ്ക്കേ. ഒരു പുതിയ അധികാരത്തിനായി ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നിൽ നിറയ്ക്കണമേ. ഓ ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്റെ മേൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പുതിയ അധികാരങ്ങളായി കർത്താവിനോട് പറയുന്നു, ആരുടെയൊക്കെ മേലെ അധികാരങ്ങൾ, ആരുടെയൊക്കെ മേലെ അധികാരങ്ങൾ. ഓ ഭയപ്പെട്ടു മേൽ ദൈവത്തിന്റെ ശക്തി അത് ഉണങ്ങിയ അസ്ഥികളൊക്കെ പ്രവചിക്കാൻ ഹല്ലേലൂയ യെഹൂദയിലെ താഴ്വരയിലേക്ക് നടത്തിയതുപോലെ ചിലതിനെ ജീവൻ വെപ്പിക്കാൻ നിന്റെ പ്രാർത്ഥനകളിൽ ഈ കാണുന്ന വെളിപ്പാടുകളിൽ ചിലതിനെ ജീവൻ വെപ്പിക്കാൻ കർത്താവിന് വേണ്ടി ചെയ്യാൻ, ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കാൻ, ദൈവത്തിന് വേണ്ടി പോകാൻ തീരുമാനമെടുത്തിട്ട് അതെങ്ങനെ തുടങ്ങണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന ജനങ്ങളുടെ മേലുള്ള ഹല്ലേലൂയ വഴികൾ ഈ പകൽ ഓപ്പൺ ആകും. യേശുവിന്റെ നാമത്തിൽ അവരെ കരം പിടിച്ച് ഗലീല കടലിൽ നിന്ന് പത്രോസിനെ കൂട്ടരെ കരം പിടിച്ച് പട്ടണത്തിന്റെ നടുവിലും രാജകൊട്ടാരത്തിനകത്തും ആലയത്തിനകത്തും സിനഗോഗിനകത്തും കൊണ്ടുവന്ന ദൈവം യേശുവിന്റെ ഈ പട്ടണം വിടുവിക്കപ്പെടട്ടെ. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചാരാധിച്ചേ. ബാവേലിക്കര വിടുവിക്കപ്പെടട്ടെ. ഇവിടെ ഏലോഹീമിനെ ദൈവം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, നമ്മെ ദൈവം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയങ്ങൾ പാഴായി പോകരുത്. നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ പാഴാകരുത്. എന്റെ സമയം, എന്റെ സഭയുടെ സമയം, ഞങ്ങളുടെ ദൈവദാസന്മാരുടെ സമയം, ഞങ്ങളുടെ വിശ്വാസികളുടെ സമയം അത് വൃഥാവാകരുത്, അത് ലോസ്റ്റ് ആകരുത്, അത് നഷ്ടമാകരുത്. ഈ സമയങ്ങൾ നാളെ ലാഭമാകണം. ഈ സമയങ്ങൾ നാളെ ലാഭമാകണം. ഈ സമയങ്ങൾ നാളെ ലാഭമായി മാറണം. നഷ്ടത്തിന്റെ കണക്ക് പറഞ്ഞ് നിരാശയുടെ മൂടുപടം ബാധിച്ച് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ മനസ്സില്ലടാ സാധാരണ. നിരാശയോടെ ഞങ്ങൾ മടങ്ങില്ല, നിരാശയോടെ ഞങ്ങൾ മടങ്ങില്ല, നിരാശയോടെ ഞങ്ങൾ മടങ്ങില്ല. ഞങ്ങൾക്ക് അധികാരം തന്നൊരു ദൈവം ഈ മണ്ണിൽ ഞങ്ങളെ കാലുകുത്താൻ അനുവദിച്ചെങ്കിൽ
ഞങ്ങൾ ജയം കാണാതെ മടങ്ങില്ല. ഞങ്ങൾ ജയം കാണാതെ മടങ്ങില്ല. കാരണം ഞങ്ങളെ കൊണ്ടുവന്നവൻ അവൻ ജയിച്ചു മാത്രം ശീലമുള്ളവനാ, തോൽവറി അറിയാത്തവനാ, പരാജയം അറിയാത്തവനാ. എന്നെ കൊണ്ടുവന്നതാ, പരാജയം അറിയാത്തവനാ ഞങ്ങളെ കൊണ്ടുവന്നത്. നിങ്ങളുടെ മനസ്സിൽ ഈ ദേശം മാത്രമാകണം. ഇപ്പോൾ ഈ ദേശത്തെ കുറിച്ചുള്ള ആത്മഭാരം മാത്രം മനസ്സിൽ വന്നാട്ടെ. ഈ ദേശത്തെ കുറിച്ചുള്ള ആത്മഭാരം മാത്രം വരട്ടെ. ഈ പട്ടണത്തെ കുറിച്ച്, മാവേലിക്കരയെ കുറിച്ചൊരു ആത്മഭാരം മാത്രം വിളിക്കുന്ന എല്ലാവരുടെ ഹൃദയത്തിനകത്തും ആത്മാവിനകത്തും ഈ പട്ടണത്തെ കുറിച്ചൊരു ആത്മഭാരം മാത്രം വെളിപ്പെടട്ടെ. ആത്മാവേ ഉള്ള മതിൽ ഗേദത്ത ഞരങ്ങുന്നുവോ, ആത്മാവേ ഉള്ള മതിൽ ഗേദത്താൽ ഞരങ്ങുന്നുവോ, അവനെന്റെ രക്ഷയുമേ എന്നുടെ മുഖപ്രകാശവുമേ. അവൻ എന്നെ രക്ഷിക്കുന്നവനുമാണ്. എന്റെ മുഖത്ത് നഷ്ടപ്പെട്ടു പോയ, മാഞ്ഞു പോയ ചിരിയെ, എന്റെ മുഖപ്രകാശ രക്ഷയെ, അവൻ എന്റെ രക്ഷയാണ്. എന്റെ നിരാശ മാറും, എന്റെ ദുഃഖം മാറും, എന്റെ വിലാപം മാറും, എന്റെ പരാജയങ്ങൾ മാറും, എന്റെ ഭയം മാറും. കാരണം അവൻ എന്റെ രക്ഷയുമേ എന്നുടെ മുഖപ്രകാശവുമേ. ഓ, അവൻ നിന്റെ മാവേലിക്കരേ, യേശു നിന്റെ രക്ഷയുമേ, നിന്നുടെ മുഖപ്രകാശവുമേ. അതുകൊണ്ട് ആശ്രയം നീ, ശൈലവും നീ, കോട്ടയും നീ, എന്നും കാക്കും. ആശ്രയം നീ, ശൈലവും നീ, കോട്ടയും നീ, എന്നും കാക്കും. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ പട്ടണത്തിനായി പ്രാർത്ഥിക്കുന്നു. ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന പിതാവേ, ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എത്ര പേരാണപ്പാ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയാതെ, ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഈ പട്ടണത്തിൽ ഭാരത്തോടെ ഇരിക്കുന്നത്. മരണം സ്വയം വരിക്കാൻ താല്പര്യപ്പെട്ട് പദ്ധതി ഒരുക്കിയ എത്രയോ കുടുംബങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിച്ചും ഉല്ലസിച്ചു നിൽക്കുന്നു. അകത്ത് ദുഃഖം തളം കെട്ടി അവരെയെല്ലാം രക്ഷിപ്പാൻ യേശുവേ അങ്ങയ്ക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ട് ഞങ്ങൾ ആത്മഭാരത്തോടെ അവർക്കായി പ്രാർത്ഥിക്കുന്നു. കൊലപാതകങ്ങൾ ഈ പട്ടണത്തിൽ നിന്ന് മാറട്ടെ, അക്രമങ്ങൾ മാറട്ടെ, സാമൂഹ്യ വിരുദ്ധ പ്രവണതകൾ മാറട്ടെ, പകകൾ മാറട്ടെ. ആമേൻ. പാപ ബോധമുണ്ടാകട്ടെ, ലഹരിയുടെ അടിമത്തങ്ങൾ മാറട്ടെ, ഈ പട്ടണം വിടുവിക്കപ്പെടട്ടെ. ആമേൻ. കർത്താവേ, ഞങ്ങൾക്ക് ഈ ദേശത്തിന്റെ മധ്യത്തിൽ
മാവേലിക്കരയിൽ ഞങ്ങൾക്ക് കർത്താവേ വസ്തു നൽകി ഞങ്ങളുടെ ആലയം പണിയേണ്ട എല്ലാ പ്രവൃത്തി ഇതിനോടകം വെളിപ്പെടുവാൻ ഞങ്ങൾ ഈ ദേശത്തിന് മേൽ ഞങ്ങളുടെ ആലയം പണിയ്ക്ക് വേണ്ടിയുള്ള പ്രോപ്പർട്ടി ഞങ്ങൾ അവകാശം പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. അതിലേക്ക് ഈ ദേശത്തിലെ ആയിരക്കണക്കിന് ജനങ്ങൾ അതിൽ വന്ന് ജീവനുള്ള ദൈവത്തെ, യഥാർത്ഥ ദൈവത്തെ ആരാധിപ്പാൻ ഹല്ലേലൂയ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടണമേ. ഞങ്ങൾ ഒരുമിച്ച് ഹൃദയം തുറന്ന ആത്മാവിൽ ഞങ്ങൾ ഈ ദേശത്തെ അനുഗ്രഹിക്കുന്നപ്പാ.